ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. ഇന്ന് ഈ സമയം കർത്താവിന്റെ പാദപീഠത്തിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ ദൈവം ഒരുക്കി തന്ന വലിയ കൃപയോർത്ത് എന്റെ കർത്താവിനെ നന്ദിയോടെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വിശേഷാല് 2026 ഈ മീറ്റിംഗിൽ ഒരുമിച്ച് കാണുവാൻ പ്രിയ കർത്തൃദാസ് ബീന സിസ്റ്ററേയും ഇതിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കാണുവാൻ ഒരിക്കൽ കൂടെ ദൈവം ഒരുക്കി തന്ന വൻകൃപയോർത്ത് എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. 25 പല മീറ്റിങ്ങുകൾക്കകത്ത് എനിക്ക് ഇതിനകത്തായിരിക്കാൻ ദൈവം അവസരങ്ങളെ ഒരുക്കി. ദൈവം ചെയ്ത എല്ലാ ഉപകാരങ്ങളും ഓർത്ത് നന്ദിയോടെ വാഴ്ത്തിയാണ് ആ മീറ്റിംഗ് ഒക്കെ എന്റെ ജീവിതത്തിലും എനിക്ക് വളരെ അനുഗ്രഹവും വിടുതലും ഒക്കെ ആയിരുന്നു. സ്തോത്രം. ദൈവവചനം പറയുവാനും സ്തോത്രം ദൈവത്തെ ആരാധിപ്പാനും ഒക്കെ ദൈവം ഇടയാക്കി തന്ന വൻകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന പ്രിയ ദൈവമക്കളെ, 2025 നമ്മൾക്ക് ദൈവം ചെയ്ത എല്ലാ ഉപകാരങ്ങളും ഓർത്ത് നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. 26 പ്രവേശിക്കാൻ കഴിയാത്ത എത്രയോ പേർ ആയിരുന്ന സമയങ്ങളിൽ ദൈവം നമ്മളോട് കാണിച്ച കരുണ, വിശ്വസ്തത എത്ര വലുതാണെന്ന് നമുക്ക് ചിന്തിക്കുന്നതിൽ അപ്പുറമാണ്. ദൈവത്തിന് വലിയ ദൈവം ഓർത്ത് ഇന്ന് രാത്രി നമുക്ക് നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ ന്യൂ ഇയർ ആശംസകൾ അറിയിക്കുകയാണ്. ദൈവമായ കർത്താവ് ഈ വർഷം ഈ മീറ്റിങ്ങിനെ ഏറ്റവും അനുഗ്രഹമാക്കട്ടെ. അധികം ദൈവപ്രവർത്തികൾ കർത്താവ് ചെയ്യട്ടെ. കർത്താവിന്റെ വാഗ്ദത്തങ്ങൾ ഇതിനകത്ത് നിറവേറട്ടെ. സ്തോത്രം. അതിനായി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് ഇന്ന് രാത്രി ആയിരിക്കാം. സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവെ, എന്താണ് ന്യൂ ഇയറിന് തന്റെ ജനത്തോട് ഈ വർഷത്തെ സ്തോത്ര ആലോചനയായി അവർക്ക് കൊടുക്കാനുള്ള ഒരു വാഗ്ദത്ത വചനം ഏതാണെന്ന് ചോദിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് ഇപ്രകാരം ഇടപെട്ടു. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 118 സ്തോത്രം 19-20 വാക്യം. സങ്കീർത്തനം 118 19-20 വാക്യം. നീതിയുടെ വാതിലുകൾ എനിക്ക് തുറന്നു തരുവീൻ, ഞാൻ അവയിൽ കൂടി കടന്ന് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. യഹോവയുടെ വാതിൽ ഇത് തന്നെ, നീതിമാന്മാർ അതിൽ കൂടി കടക്കും. കർത്താവ് എന്നോട് ഇങ്ങനെ പറഞ്ഞത്, ചില വാതിലുകൾ കർത്താവ് നമുക്ക് തുറന്നു തരും. ഈ വർഷത്തിൽ കർത്താവ് നമുക്ക് ചില വാതിലുകൾ തുറന്നു തരും. സ്തോത്രം. ഞാൻ അവയിൽ കൂടി കടന്ന് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. പലരും വാതിലിന്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. ഇനി അകത്തോട്ട് പ്രവേശിക്കേണ്ട സമയമുണ്ട്. അതിനകത്തോട്ട് നമ്മളെ കയറ്റിയിട്ട് നാം സ്തോത്രം ചെയ്യും. വിശ്വാസത്തോടെ 2026 നമുക്ക് പ്രാരംഭ മാസത്തിൽ നമുക്ക് പറയാം, കർത്താവേ, എനിക്ക് വേണ്ടി തുറക്കുന്ന വാതിലിലൂടെ ഞാൻ കടക്കും. സ്തോത്രം. മറ്റൊരാള് നമുക്ക് വേണ്ടി തുറക്കുന്ന വാതിലൂടെ കടക്കത്തില്ല. വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതൽ നമുക്ക് വേണ്ടി തുറക്കുന്ന വാതിലൂടെ നാം കടന്ന് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. സ്തോത്രം. നിങ്ങളെ എല്ലാ ദിവസവും ഉരുവിട്ട് പ്രാർത്ഥിച്ചോണം, കർത്താവേ, എനിക്കൊരു വാതിൽ എൻ്റെ തലമുറയ്ക്കോ എൻ്റെ കുടുംബത്തിനോ എന്ത് വിഷയമായാലും പ്രാർത്ഥിക്കുന്നതിനകത്ത് ദൈവം ഒരു വാതിൽ തുറന്നിട്ടുണ്ട്. അതിനകത്ത് കൂടെ ഞാൻ കടക്കും. പിശാച് അത് കടന്ന് അതിനെ ഇല്ലാതാക്കാൻ ഞാൻ അനുവദിക്കത്തില്ല. ഈ വർഷം ഞാൻ കഴിഞ്ഞ വർഷത്തേക്കാൾ ഏകാഗ്രതയോടിരുന്ന് ശ്രദ്ധയോടിരുന്ന് സ്തോത്രം എൻ്റെ മറുപടികളെ പിശാചിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാതെ വേണം ഞാൻ അവയെ സ്തോത്രം ആ മേഖലകളെ തടഞ്ഞുകൊണ്ട് പ്രാർത്ഥനയുടെ ഒരു കോട്ടയ്ക്കകത്ത് ഞാൻ കയറി എൻ്റെ വാതിലിനെ ഞാൻ സംരക്ഷിച്ച് സ്തോത്രം ആ വാതിലിൽ കൂടി ഞാൻ കടന്ന് അപ്പുറത്ത് ചെന്ന് എൻ്റെ ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യും. സ്തോത്രം. ഹല്ലേലൂയ. കഴിഞ്ഞ 25 മരണകരമായ അനർത്ഥങ്ങളിലൂടെ നാം കടന്നു പോകേണ്ടി വന്നു. പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടി വന്നു. രോഗങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നു. കഷ്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നു. അവിടൊക്കെയും ദൈവം നമ്മളെ നടത്തി. നമുക്ക് സ്തോത്രം ചെയ്യുവാൻ 26 ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷെ എന്നാൽ ഇന്ന് രാത്രികാലം ദൈവാത്മാവ് നമ്മളോട് പറയാ, ചില വാതിലുകൾ നമുക്ക് തുറന്നു തരും. നാം അവയിൽ കൂടി കടന്ന് നമ്മുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ആരാണ് യഹോവയുടെ വാതിൽ? ഇത് തന്നെ. ആരാണ് അതിൽ കൂടി കടക്കുന്നത്? നീതിമാൻ അതിൽ കൂടി കടക്കും. നാം ആരാണെന്ന് തെളിയിക്കപ്പെടുന്ന ഒരു വർഷമാക്കി ദൈവം ഈ വർഷത്തെ തീർക്കും. സ്തോത്രം. ചിലര് പറഞ്ഞിട്ടുണ്ട്, നീ
ആരാണെന്ന്, ആമേൻ സ്തോത്രം, നീ എന്താണെന്ന് ആമേ കാണാമെന്ന് വാദിച്ചവരുടെ നടുവിൽ കർത്താവ് ചിലത് തെളിയിച്ച് ചില വാതിലൂടെ അപ്പുറത്തേക്ക് കടത്തി വിട്ടിട്ട് ചിലര് പറയും ഇവളുടെ പ്രാർത്ഥനയുടെ മറുപടിയാ, ഇവൾ ആരായിരുന്നു, ആമേ സ്തോത്രം, ആമേ സ്തോത്രം, ഉപവസിച്ചത് എന്തിനായിരുന്നു, പ്രാർത്ഥിച്ചത് എന്തിനായിരുന്നു എന്നുള്ള ചില റിസൾട്ടുകൾ നമ്മൾ കാണാൻ പോകുകയാണ്. പ്രിയ ദൈവമക്കളെ, കഴിഞ്ഞ വർഷങ്ങളിൽ എൻ്റെ ജീവിതത്തിനകത്ത് 2024 പറഞ്ഞ വാഗ്ദത്തങ്ങൾ 25 ഡിസംബറിലൊക്കെ എനിക്ക് കാണാനിടയായി. ആമേ സ്തോത്രം, ആമേ പല മേഖലകളിൽ കർത്താവ് എന്നെ നിർത്തുമെന്ന് പറഞ്ഞു, പല ഇടങ്ങളിൽ നിർത്തുമെന്ന് പറഞ്ഞു, ചില ആമേ പ്രഗത്ഭരുടെ നടുവിൽ കൊണ്ട് ദൈവം എന്നെ നിർത്തുമെന്ന് പറഞ്ഞു. ആ വാഗ്ദത്തങ്ങൾ എല്ലാം 2025 ഡിസംബർ മാസത്തിൽ പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുവാനിടയായി. അതിനകത്ത് കയറി നിന്ന് സ്തോത്രം ചെയ്യുവാൻ ദൈവം ഇടയാക്കി. ആമേ സ്തോത്രം. ഇന്ന് ഞാൻ പറയട്ടെ, ഒരു വിശ്വാസത്തിന്റെ സാക്ഷ്യത്തിനായിട്ട് ഞാനൊരു പ്രയർ ഗ്രൂപ്പിന്റെ മീറ്റിംഗിൽ ഞാൻ അറ്റൻഡ് ചെയ്യുമായിരുന്നു. ആ മീറ്റിംഗിൽ മെമ്പർഷിപ്പ് പോലെ എടുത്ത് അതിനകത്ത് നിന്ന്, പക്ഷേ ഒരിക്കൽ അവർക്ക് നല്ലതുപോലെ മെസ്സേജുകൾ കൊടുത്ത് ഞാൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിനകത്ത് ഒരു വ്യക്തി എനിക്കെതിരായി തിരിഞ്ഞു. ആമേ സ്തോത്രം. കാരണം ആൾക്കാർക്ക് മെസ്സേജുകൾ താല്പര്യപ്പെട്ടു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ചേർത്ത് പിടിച്ച വ്യക്തി തന്നെ നേരെ തിരിഞ്ഞിട്ട് എനിക്ക് നേരെ പ്രതിസന്ധികൾ ഉണ്ടാക്കി. ആമേ സ്തോത്രം. എന്നോട് അവസാനം അവര് പറഞ്ഞു, ഇവിടെ ശുശ്രൂഷിക്കാൻ പലപ്പോഴും എൻ്റെ ശുശ്രൂഷകൾ കട്ട് ചെയ്ത് കളയാൻ തുടങ്ങി. ആൾക്കാർ ചോദിച്ച് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇവര് പലതും പറയാൻ തുടങ്ങി. ആമേ സ്തോത്രം. അത് കഴിഞ്ഞിട്ട് എന്നോട് ആ വ്യക്തി പറഞ്ഞ കാര്യം, ഇവിടെ ഇല്ല വെളിയിലാ ശുശ്രൂഷയെന്ന്. പക്ഷെ ആ പറഞ്ഞ വാക്ക് അതേപോലെ അങ്ങ് നിറവേറി. പക്ഷെ ഞാൻ ഒത്തിരി ഭാരപ്പെട്ടു. കാരണം ആത്മാർത്ഥതയിൽ നമ്മൾ നിന്ന്, ആമേൻ സ്തോത്രം, ഇത്രയും ബീനസിസ്റ്റ് ഇപ്പൊ ഇതിനകത്ത് നിന്ന് വളരെ വില കൊടുത്ത് ജനത്തിനു വേണ്ടി ഇടിവിൽ നിൽക്കുമ്പോൾ നിങ്ങളിൽ നിന്നൊരു വാക്ക് കേൾക്കുമ്പോൾ ഒരിക്കലും ആ സിസ്റ്ററിന് താങ്ങാനൊക്കത്തില്ല. അവര് കുടുംബത്തിനകത്ത് പല കാര്യങ്ങളും മാറ്റിവെച്ച് സാമ്പത്തികമായിട്ട് പലതും വെച്ച് ആൾക്കാരെ ഇങ്ങനെ വിളിച്ച് നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് തരുമ്പോൾ നിങ്ങളിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വാക്കാണ് ഈ സിസ്റ്ററിന് കടന്നു വന്നാൽ, ആ കുടുംബത്തിന് കടന്നു വന്നാൽ മാനുഷികമായിട്ട് അവർ തകർന്നു പോകുന്ന ഒരു അനുഭവം ഉണ്ട്. സ്തോത്രം. കാരണം ഇത്രയും കഷ്ടപ്പെട്ടല്ലേ കാര്യങ്ങൾ ചെയ്യുന്നേ. ആ സമയത്ത് ആ വ്യക്തി എന്നോട് പറഞ്ഞ വാക്ക് അന്നേരം എനിക്കത് മനസ്സിലായില്ല. ദൈവാത്മാവ് എന്നെ അവിടെ നിന്ന് അങ്ങ് കട്ട് ചെയ്ത് അങ്ങ് മാറ്റി കഴിഞ്ഞതും എൻ്റെ വാതിലുകൾ ദൈവം ഓപ്പൺ ആക്കി. സ്തോത്രം. പുള്ളി പറഞ്ഞു വെളിയിലോട്ടാന്ന്. തീർച്ചയായിട്ടും ആമേൻ എന്നെ അവരിൽ നിന്ന് വെളിയിലോട്ടുള്ള റൂട്ടുകൾ ദൈവം വെളിപ്പെടുത്തി. അവസാനം എന്നെ കൊണ്ടുവന്ന് ഒരു കൺവെൻഷൻ മീറ്റിങ്ങിനകത്ത് കയറ്റി. ദൈവത്തിന്റെ പ്രവൃത്തി എത്ര വലുതാ. ആമേൻ സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ വിശ്വാസത്തോടു കൂടെ നിങ്ങളായിരിക്കാൻ പറയുക, ആരെങ്കിലും എന്തെങ്കിലും നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു വിഷയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാരപ്പെടേണ്ട. അന്നേരം നമ്മുടെ മനസ്സൊന്ന് ഭാരപ്പെടും, തീർച്ചയാ. പക്ഷേ അതിനകത്ത് ദൈവകരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ദൈവമുഖത്തേക്ക് നോക്കി കരഞ്ഞാൽ, മക്കളെ പറയട്ടെ, അതൊക്കെ ഭയങ്കര ദൈവത്തിന്റെ അത്ഭുതമായിരുന്നു. കാരണം ഞാൻ പകലത്തെ മീറ്റിങ്ങിനുണ്ട്, രാത്രിത്തേത് മെയിൻ കൺവെൻഷൻ മീറ്റിംഗാ. പക്ഷെ ആ സമയത്ത് വിളിച്ച ദൈവദാസൻ വരുന്നില്ല. കുറേ ഏതാണ്ട് 8:30 കഴിഞ്ഞപ്പോഴാ 1 മണിക്കൂറോളം എന്നെ ദൈവം ആ സ്റ്റേജിൽ നിർത്തി. സത്യത്തിൽ പുള്ളി വരാതിരുന്നത് ഇതെല്ലാം ദൈവത്തിന്റെ പ്ലാൻ ആയിരുന്നു. പറഞ്ഞ ദൂത് ദൈവം നിറവേറ്റണ്ടേ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം ആർക്കും കടക്കാരനല്ല. നമ്മുടെ ദൈവം ആർക്കും കടക്കാരനല്ല. വിളിച്ച ദൈവത്തിന് നമ്മളെ കുറിച്ച് വലിയ പ്ലാനുകൾ ഉണ്ട്. ഇനി എത്ര തന്നെ ശക്തനായാലും, ഏതൊക്കെ വ്യക്തിത്വങ്ങൾ കയറി തടയാൻ തുടങ്ങിയാലും, ബീന സിസ്റ്റർ വിളിച്ചൊരു വിളിയുണ്ട്, എന്നെ വിളിച്ചൊരു വിളിയുണ്ട്, ഇതിനകത്തിരിക്കുന്ന ബിന്ദു സിസ്റ്റർ വിളിച്ചൊരു വിളിയുണ്ട്, ഇതിനകത്ത് അങ്ങനെ പേര് പറഞ്ഞാൽ ഒത്തിരി പേരെ വിളിച്ച വിളിയുണ്ട്. ആ വിളിയുടെ അനുഗ്രഹത്തെ കയറി അറ്റാക്ക് ചെയ്യാൻ ഈ പറയുന്ന ഒറ്റ വ്യക്തികൾക്ക് കഴിയത്തില്ല. കാരണം തെരഞ്ഞെടുത്തത് ദൈവമാ. കെട്ടപ്പെട്ട കഴുതയുടെ കെട്ടഴിച്ചു കൊണ്ടുപോവാ. അതിന്റെ പുറത്ത് എനിക്ക് വാഹനം ഏറണമെന്ന് പറഞ്ഞാൽ സ്തോത്രം. സ്തോത്രം. അയ്യോ, ഈ കഴുതയുടെ പുറത്താണോ കർത്താവെ നീ വാഹനം ഏറുന്നേന്ന് ചോദിച്ച് ഇന്നത്തെ കാലത്ത് നിൽക്കുന്ന ജനസമൂഹത്തിന്റെ അകത്ത് കർത്താവിനാവശ്യം കഴുതയെ തന്നെ. സ്തോത്രം. കർത്താവിനാവശ്യം ചുമടെടുക്കുന്ന കഴുതയെ തന്നെ. ആ കഴുതയുടെ പുറത്തു നിന്ന് അതൊക്കെ മാറ്റിയിട്ട് കയറി പോകുമ്പോൾ ആ കഴുതയ്ക്ക് കിട്ടുന്ന മാന്യത,
ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുക, നമുക്ക് വേണ്ടി ദൈവം ചില വാതിലുകൾ തുറന്ന് തരും. പ്രിയമുള്ളവരെ, നമ്മുടെ തലമുറയെ നിന്ദിച്ചിട്ടുണ്ടോ? നമ്മുടെ കുടുംബത്തെ നിന്ദിച്ചിട്ടുണ്ടോ? നീ എന്താണ് ഈ കാണിക്കുന്നതെന്ന് ചോദിച്ച് പരിഹസിച്ചിട്ടുണ്ടോ? നിനക്ക് എന്തോ അറിവുണ്ട്, ഡിഗ്രി ഉണ്ട്, നീ എവിടെന്നെങ്കിലും പഠിച്ചിട്ടാണോ ഇതിനൊക്കെ ഇറങ്ങിയെന്ന് ചോദിച്ച് പരിഹസിക്കുന്നവരുടെ നടുവിൽ ദൈവാത്മാവ് പറയാണ്, ദൈവം ഈ വർഷം ഒന്നുകൂടെ ചിലത് തെളിയിച്ച് നമ്മുടെ കയ്യിൽ തരും. നമ്മളെ വിളിച്ചിറക്കിയത് ആരാണ്? തെരഞ്ഞെടുത്തത് ആരാണ്? ആമേ സ്തോത്രം. നമ്മളെ പേർ ചൊല്ലി വിളിച്ചവൻ ആരാണെന്ന് ആമേൻ ഈ വർഷത്തിൽ ആത്മാവ് നമുക്ക് വേണ്ടി ചിലത് ചെയ്യും. വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് സ്തോത്രം ചെയ്തോ. നീതിമാന്മാർ അതിൽ കൂടി കടക്കും. ഈ ആമേൻ മീറ്റിങ്ങിനകത്ത്, ഗ്രേസ് പ്രയറിന്റെ അകത്ത്, ഫെലോഷിപ്പിനകത്ത് ദൈവാത്മാവ് പറയാ, നീതിമാന്മാർ ഈ വർഷം ദൈവം തുറക്കുന്ന ചില വാതിലിലൂടെ അപ്പുറത്ത് കടക്കും. പ്രാണന് പതിയിരുന്ന ചിലതുണ്ട്. വീരസിസ്റ്റർ മീറ്റിംഗ് തുടങ്ങി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ ദൈവം കാണിച്ചു, ചില ആഭിചാരത്തിന്റെ മന്ത്രത്തിന്റെ ശക്തികൾ കുടുംബത്തിൽ നിന്ന് നിലവിളി ഉയർത്തുവാൻ, അയ്യംവിളി ഉയർത്തുവാൻ, ചില നഷ്ടങ്ങൾ വരുത്തി തീർക്കുവാൻ, ചില ഭാരങ്ങൾ ഇടുവാൻ. ആമേ സ്തോത്ര. സിസ്റ്ററിനെ കണ്ണുനീരിലാക്കി പ്രാർത്ഥിച്ചിട്ട് ഇതാണോ കിട്ടിയെന്ന് ചോദിച്ച് ആമേൻ ഒരു പരിഹാസപാത്രമാക്കി, അനാഥയെ പോലെ, വിധവയെ പോലെ ജീവിതത്തെ മാറ്റിക്കളയുവാൻ പിശാചിട്ട പല കെട്ടുകളെ ആത്മാവെന്നെ ഇവിടെ ഇരിക്കുമ്പോൾ കാണിക്കുവാനിടയായി. ദൈവാത്മാവ് പറയുന്നു, ചിലതെല്ലാം കർത്താവ് അഴിച്ചു മാറ്റും. ഭാരപ്പെടേണ്ട, ദൈവം ആരാണെന്ന് ഇറങ്ങി വന്നവൻ തെളിയിക്കും. ദൈവം ആരാണെന്ന് ഇറങ്ങി വന്ന് തെളിയിക്കും. ഇന്ന് രാത്രികാലം ആമേൻ നമുക്ക് ആമേൻ ഈ ആമേൻ സ്തോത്രം അതിന്റെ 22, 23 നമുക്ക് വായിക്കാം. ആമേൻ, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കും. ആത്മാവ് എനിക്ക് നൽകിയ ഒരു ആപ്തവാക്യമാണ്, വീട് പണിഞ്ഞവർ തള്ളിക്കളഞ്ഞ കല്ല്. വീട് പണിയുന്നവർക്ക് ഒരു മൂലക്കല്ല് ആവശ്യമാണ്. പക്ഷെ അവർ ഈ കല്ലിനെ എടുത്തങ്ങ് തള്ളിക്കളഞ്ഞു. പക്ഷെ ഈ കല്ലിനെ ദൈവം എന്താക്കി? മൂലക്കല്ലാക്കി തീർത്തു. ആമേൻ. ഒരു കെട്ടിടം പണിയുന്നതിന് ഒരു കല്ല്, ആ മൂലക്കല്ല് ഇട്ടിട്ടാണ് അതിനെ പണിഞ്ഞ് കയറ്റുന്നത്. പക്ഷെ ഈ കല്ലിനെ മൂലക്കല്ലാക്കാൻ ഇവർക്ക് വിസമ്മതമായിരുന്നു. ആമേ സ്തോത്രം. എന്നാൽ ദൈവത്തിന്റെ പദ്ധതി ഈ കല്ലിനെ എടുത്ത് മൂലക്കല്ലാക്കണം. ഇതിന്റെ അകത്ത് നിന്ന് ചിലതെല്ലാം പണിഞ്ഞ് പണിഞ്ഞ് മേപ്പോട്ട് കയറണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയാ, നമ്മുടെ കർത്താവിനെ ഇതുപോലെ തള്ളിക്കളഞ്ഞതാ. ഈ കല്ലിനെ എടുത്തു വെച്ച് പണിയാൻ തുടങ്ങിയപ്പോൾ ഈ കല്ലിന്റെ അകത്ത് ചേർന്ന് വന്ന എല്ലാം ജീവനുള്ള കല്ലുകളായി തീർന്നു. ആമേൻ. ഇന്ന് രാത്രിത്തെ പ്രയർ മീറ്റിങ്ങിനകത്ത്, ഈ ഗ്രേസ് പ്രയറിനകത്ത് കർത്താവ് പറയാ, ഇതിനകത്തൊരു മൂലക്കല്ലുണ്ട്. ഈ മൂലക്കല്ലിനെ ആമേൻ ആമേൻ എവിടേക്കോ കടന്നതാ. അവിടെ നിന്ന് ദൈവം അതിനെ ചെത്തിയെടുത്ത് ആമേൻ സ്തോത്രം വ്യക്തമായി അതിനെ നല്ല ഭംഗിയാക്കി മാറ്റി. ആമേൻ സ്തോത്രം. ആമേൻ ഈ ഗ്രേസ് പ്രയറിനകത്ത്, ഈ എന്ന ഗ്രൂപ്പിനകത്ത് കൊണ്ട് ദൈവം നട്ടു. ഇട്ട് കഴിഞ്ഞിട്ട് ഇതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുക. ഇതിനകത്ത് വ്യാപിക്കുന്ന ഒന്നുണ്ട്. ഈ കല്ലിൽ ഒരു ജീവൻ വ്യാപിക്കുന്നുണ്ട്. ഈ കല്ലിനകത്ത് ഒരു ജീവൻ വ്യാപിക്കുന്നുണ്ട്. ഈ പ്രയറിനകത്ത് ഒരു ജീവൻ വ്യാപിക്കുന്നുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നു? ഇതിനകത്തൊരു ജീവൻ ആമേൻ ആമേൻ വ്യാപിച്ചു കൊണ്ടിരിക്കുക. ചില മർത്യ ശരീരങ്ങളെ ഇത് ജീവിപ്പിക്കും. ചില റിസൾട്ടുകളെ ദൈവം ജീവിപ്പിക്കും. ചില രോഗശക്തികൾ ഇതിനകത്തുനിന്ന് വിട്ടുമാറും. ദൈവത്തിന്റെ ചില പ്രവൃത്തികൾ ഇതിനകത്ത് നടക്കും. ഇന്ന് രാത്രി പറ, ഗ്രേസ് പ്രയർഷിപ്പിനകത്ത്, ഫെലോഷിപ്പിനകത്ത് നിൽക്കുന്നത് ജീവനുള്ളൊരു കല്ലാണ്. ജീവനുള്ളൊരു കല്ലാണ്. ഇതിനെ ദൈവം മൂലക്കല്ലാക്കി തീർത്തിരിക്കുക. സ്തോത്രം. ഇത് യഹോവയാൽ സംഭവിച്ചു. ആമേൻ. ഈ പ്രയറിനെ കുറിച്ച് ആത്മാവ് പറയാ, ഇത് യഹോവയാൽ സംഭവിച്ചു. പലരുടെയും ദൃഷ്ടിയിൽ അത് ആശ്ചര്യമാക്കാൻ പോകുന്നു. കാരണം എന്താണെന്നറിയാമോ? ഇതിനകത്തുനിന്ന് ജീവൻ വ്യാപിക്കുന്നത് കണ്ട്, ഇതിനകത്തുനിന്ന് ചില റിസൾട്ടുകൾ പുറത്തു വരുന്നത് കണ്ട്, ഇതിനകത്തുനിന്ന് ചില വിടുതലുകൾ പുറത്തു വരുന്നത് കണ്ട് ആമേൻ ഈ കല്ലിനെ ഒരിക്കലും ഇട്ട് പണിയാതിരിക്കാൻ, ഈ കല്ലിനെ ഇതിനകത്താക്കാതിരിക്കാൻ വളരെ പരിശ്രമങ്ങൾ പിശാചു നോക്കി. ഷാറബൗഡ ചില ജനങ്ങൾ നോക്കി, വ്യക്തിത്വങ്ങൾ നോക്കി. പക്ഷെ ദൈവത്തിന് ഈ കല്ലിനെ ഇതിനകത്ത് ഇട്ടേ മതിയാവൂ. കാരണം ഇതിനകത്ത് ചിലത് ജീവൻ പ്രാപിക്കണം.
ചിലത് ജീവൻ പ്രാപിക്കണം. കിലോമീറ്ററുകൾക്ക് അപ്പുറം ഇരിക്കുന്നതായാലും ഇതിനകത്ത് ജീവൻ പ്രാപിക്കണം. മറ്റ് രാജ്യങ്ങളുടെ കണക്ഷൻ ആയാലും ഇതിനകത്ത് ജീവൻ പ്രാപിക്കണം. ഇന്ന് രാത്രി ദൂതേറ്റെടുത്തോ. പരിശുദ്ധാത്മ പറയുന്നു 2026 ഇതിനകത്തൊരു ജീവൻ വെളിപ്പെടും. ജീവൻ വെളിപ്പെടും. ആമേ സ്തോത്ര. അച്ഛയെന്ന ആമേൻ ഡിവൈസിൽ ഇരിക്കുന്ന ആ അച്ഛനോട് ദൈവാത്മാ പറയാം, ജീവൻ വെളിപ്പെടും കേട്ടോ. ആമേ ശത്രുവാട കോരാൻ നോക്കിയ സ്ഥാനത്ത് എന്നെ ഇങ്ങനെ കാണിക്കുന്ന നിഷ്ഫലമാക്കി കളയുവാൻ. ദൈവാത്മാവ് എന്ന് പറയുകയാണ്. ആമേ സ്തോത്രം. വിശ്വാസത്തോടെ ദൂതേറ്റെടുത്തോ. ജീവനുള്ളതാക്കി ഞാൻ പണിയും, അത്ഭുതമാക്കി പണിയും. ചില യോർദാന്റെ ശക്തികളെ ഞാൻ ഈ ദിവസങ്ങളിൽ എടുത്തു മാറ്റും. ആമേ ബലപ്പെടുക, ബലപ്പെടുക എന്ന് ആത്മാവ് ദൂത വിളിച്ചു പറയുന്നു. ദാനിയേലേ, നീ ബലപ്പെടുക, ബലപ്പെടുക, ബലപ്പെടുക. കുഴഞ്ഞ മുഴങ്കാലുകൾ, കുഴഞ്ഞ ശരീരത്തിന്റെ അവയവങ്ങൾ, ദൈവാത്മാവ് പറയുന്നു, ദാനിയേലേ നീ ബലപ്പെട്ടിരിക്കുക. ഒരു കരം വന്ന് തോളി തൊടുകയ. എന്റെ ദാസനെ, ഒരു കരം വന്ന് തോളി തടുക. 2 ഘട്ടങ്ങൾ കഴിഞ്ഞു ജീവിതത്തിനകത്ത്. ഇനി നിന്നെ നിർത്തത്തില്ലെന്ന്, വേര് പിഴുത് കളയുമെന്ന് അവകാശം പറഞ്ഞ് കയറി വരുന്ന ചില ഇരുട്ടിന്റെ വ്യാപാര ശക്തികൾ ആ ശരീരത്തോട് വാദിക്കുന്ന, ആ നെഞ്ചിന്റെ ഭാഗത്ത് വന്ന് വാദിക്കുന്ന, ശരീരത്തിനകത്ത് വന്ന് തന്നെ പലപ്പോഴും മല്ല് പിടിക്കുന്നത് പോലെ തന്റെ ശ്വാസം എടുത്തു കളയുക വാദിച്ച് നിൽക്കുന്ന ചില ഇരുട്ടിന്റെ ശക്തികൾ ഇന്ന് രാത്രികാല സ്വർഗം അഴിച്ചു മാറ്റണമേ. കർത്താവ് ഇങ്ങനെ പറയുന്നു, എന്റെ ആത്മാവ് നിന്നെ ജീവിപ്പിക്കും, എന്റെ ആത്മാവ് നിന്നെ ജീവിപ്പിക്കും. ആമേ സ്തോത്രം. കർത്താവ് പറയാ, 2 ഘട്ടങ്ങളായിട്ട് ശരീരത്തിനകത്ത് ചില വിടുതലുകൾ ഞാൻ ചെയ്തെടുക്കും. ഉടവൻ ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് അനേക ഇടങ്ങളിൽ ആമേൻ എന്റെ സാക്ഷിയാക്കി നിന്നെ നിർത്തും. നീ ചിലത് കാണാനുണ്ട്. ഈ വർഷം നിന്റെ കുടുംബത്തിനകത്ത് ആമേ ചില വിലാപ നൃത്തമാകുന്ന പോലെ നൃത്തത്തിന്റെ ചില അനുഭവങ്ങൾ, സന്തോഷത്തിന്റെ ചില അനുഭവങ്ങൾ, ആമേൻ ആനന്ദത്തിന്റെ ചില അനുഭവങ്ങൾ ഞാൻ നിന്റെ ജീവിതത്തിൽ നീ കാണിക്കുമെന്ന് ആത്മാവിന്റെ ദാസനോട് ദൂതറിയിക്കുക. തലമുറകളെ സംബന്ധമായ ചില വാഗ്ദത്തങ്ങളുടെ മഴ ആമേൻ എന്റെ ജനത്തിന്റെ മേലേക്ക് പെയ്തിറങ്ങും. ദൈവാത്മാവ് പറയുന്നു, പ്രാരംഭ ഘട്ടങ്ങളിൽ തന്നെ ചില വാഗ്ദത്തങ്ങളുമായി കണക്ട് ചെയ്ത് ആത്മാവ് സംസാരിക്കുന്നു. ചില മറുപടികൾ എന്റെ ജനത്തിന്റെ മേലുണ്ട്. കർത്താവ് പറയുന്നു, ഈ കല്ലിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയും ലജ്ജിച്ച് പോകത്തില്ല. ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമെന്ന് പറയുമാർ ചില ദൈവപ്രവൃത്തിയുടെ അടയാളങ്ങൾ വ്യക്തിപരമായി ബീനസിസ്റ്റെ കുടുംബത്തിനകത്ത് ആത്മാവ് ചെയ്യും, കുടുംബത്തിനകത്ത് ആത്മാവ് ചെയ്യും. ആമേ 2025 ഒത്തിരി കഷ്ടങ്ങൾ, കയറ്റങ്ങൾ, ആമേ കുന്നുകൾ നീ താണ്ടിയവളാ. പക്ഷെ ദൈവാത്മാവ് പറയുന്നു, ഒരിടത്ത് നീ പരാതി പറയുകയോ പരിഭവം പറയുകയോ ചെയ്യാതെ ഒറ്റയ്ക്ക് മുറിക്കുള്ളിൽ ഇരുന്ന് എന്നെ വിളിച്ചിറക്കിയ ഒരു ദൈവമുണ്ട്. എന്റെ ദൈവത്തിന്റെ ഹിതം എന്താണോ അതിനായി എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ ദിനരാത്രങ്ങളെ ആത്മാവ് കാണിക്കുക. പക്ഷേ ഉടമനറികമന രേഖ ഞാൻ തിരുത്തി എഴുതും, രേഖ ഞാൻ തിരുത്തി എഴുതും. ഉടമന ശത്രു വിട്ടിരിക്കുന്ന പദ്ധതികൾ ഇല്ലാതാക്കും. ഒരു കൊയ്ത്ത് നിന്റെ മുൻപിലുണ്ട്. ഉടമന വിളഞ്ഞു കിടക്കുന്ന തലങ്ങളെ ആത്മാവ് കാണിക്കുക. അതിനായിട്ട് ഞാൻ നിന്നെ ഒന്ന് ഒരുക്കിയെടുക്കുമ്പോൾ, ആമേൻ, ഒരുക്കിയെടുക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ വിശ്വസിച്ചോ, ദൈവത്തിന്റെ ചില അത്ഭുതങ്ങൾ നീ കാണാൻ സമയമായെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന അറിയിക്കുക. ഉണരുക, ഉണരുക, ശക്തി ധരിച്ചുകൊള്ളുക, എന്റെ ബലം ധരിച്ചുകൊള്ളുക. അടിവയറ്റിനിട്ട് ബന്ധിക്കുന്ന ബന്ധന ശക്തികളെ ഞാൻ അഴിച്ചു മാറ്റും. ആമേ, പലപ്പോഴും ശ്വാസം എടുക്കാൻ കഴിയാത്തതുപോലെ, ഒരു വാക്ക് ശുശ്രൂഷയിലേക്ക് കയറി പറയാൻ കഴിയാതെ പോലെ പലപ്പോഴും നിന്റെ ശ്വാസ
നാളത്തെ വരെ പിടിച്ചു കെട്ടിയ മേഖലകൾ. പക്ഷെ ദൈവാത്മാവ് ഇന്ന് രാത്രി പറയുക, ചില കെട്ടുകൾ ഞാൻ പൊട്ടിച്ച് വ്യക്തിപരമായി കുടുംബത്തിനകത്ത് ചില റിസൾട്ടുകൾ ഞാൻ വെളിപ്പെടുത്തി തരുന്ന വർഷമാണ് 2026. നിന്നെ ഞെരുക്കിയ മുള്ളുകൾ, നിന്നെ ഞെരുക്കിയ പറക്കാറുകളെ ഞാൻ ഈ ദിവസങ്ങളിൽ ഒരു സ്വർഗീയ തീക്കകത്ത് കരിച്ചു കളയുമെന്ന് ആത്മവ്യക്തമായും ഇഷ്ടപ്പെടുന്നു. പ്രാർത്ഥനയിൽ കയറി നിന്നു. വാക്കുകൾ കേട്ട് നീ ഭാരപ്പെട്ടു പോവരുത്. പ്രിയ ദൈവമക്കളെ, യെശയ്യാ പ്രവചനം 28 സ്തോത്രം 16 ഇപ്രകാരം പറയുന്നു, അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമായിട്ട് ശോധന ചെയ്ത കല്ലും വിലയേറിയ മൂലക്കല്ലുമായി. ആമേൻ. ശോധന ചെയ്തൊരു കല്ല്, വിലയേറിയ ഒരു മൂലക്കല്ല്. ആമേൻ. സ്തോത്രം, സ്തോത്രം. ഈ ശോധനയിൽ പോകുന്ന കല്ല് കുറച്ച് കഴിയുമ്പോൾ ഇത് വിലയേറിയതായിട്ട് അങ്ങ് മാറും. ആമേൻ. ശോധനയ്ക്കകത്തൂടെ കടത്തിവിടും ഈ കല്ലിനെ. ആമേൻ. സ്തോത്രം. ചിലപ്പോൾ നമ്മൾ തീക്കകത്തൂടെ പോകേണ്ടി വരും. ഭയങ്കര പ്രതിസന്ധികൾക്കകത്തൂടെ കടന്നു പോകേണ്ടി വരും. ആമേൻ. സ്തോത്രം. ദൈവം തെരഞ്ഞെടുത്ത കല്ല, പക്ഷെ ഈ കല്ലിന് ശോധനയുണ്ട്, ഈ കല്ലിന് കഷ്ടങ്ങളുണ്ട്. ആമേ. സ്തോത്രം. ഈ ശോധനയ്ക്കകത്തൂടെ കടന്നു പോകുമ്പോൾ ആമേ പലരും പറയും, യോ ദൈവത്തെ വിളിക്കാൻ ഇറങ്ങി തിരിച്ചിട്ട് ഇതെന്തോ ഒരു പ്രതികൂലമാ കുടുംബത്തിനകത്ത്. ഇതാണോ പ്രാർത്ഥനയുടെ മറുപടി? ഇതാണോ റിസൾട്ട് എന്നൊക്കെ ചോദിക്കും. പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് പറയുക, കുറച്ച് കഴിയുമ്പോൾ ഈ കല്ല് വിലയേറിയ കല്ലായി തീരും. ആമേ. സ്തോത്രം. ആമേൻ. വിലയേറിയ മൂലക്കല്ലായി, ഒരടിസ്ഥാനമുള്ള കല്ലായി ഇതിനെ ഇടും. ഇതിനു വേണ്ടിയാ ഇത് ശോധന ചെയ്യുന്നത്. ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുക, ചില ശോധനയിൽ കൂടി കടന്നുപോയവരുണ്ട്, ഭാരപ്പെടരുത്. ദൈവാത്മാവ് പറയുന്നു, ഈ ശോധനയ്ക്കകത്ത് ഒന്ന് തിരിഞ്ഞു വരികയാ, നീ ഒരു മൂലക്കല്ലായി, വിലയേറിയ കല്ലായി, ശ്രേഷ്ഠതയുള്ള കല്ലായി, മാന്യതയുള്ള ഒരു കല്ലാക്കി ദൈവത്തിന് തീർക്കണമെങ്കിൽ ചില തീക്കകത്തൂടെ കടന്നു പോയേ മതിയാവും, ചില ശോധനയ്ക്കകത്തൂടെ കടന്നു പോയേ മതിയാവും. നമുക്കറിയാം, പൊന്നിനെ തീക്കകത്തൂടെ കടത്തിവിടും. അതിലെ കീടങ്ങളൊക്കെ പോയി കഴിയുമ്പോൾ പൊന്ന് നല്ല തിളക്കമാർന്നു വരും. നമുക്ക് ഏറ്റവും അറിയാവുന്ന ഒരു വ്യക്തിയെ യോബിന്റെ കഷ്ടത പോലൊരു കഷ്ടത ഈ ബൈബിളിനകത്ത് നമുക്ക് കാണാൻ കഴിയുകയില്ല. യോബിന്റെ ജീവിതത്തിൽ ഇത്ര നിഷ്കളങ്കനായി, നേരുള്ളവനായി, ദോഷം വിട്ടകന്നവനായി ഒക്കെ ജീവിച്ച യോബിന്റെ ജീവിതത്തിൽ ഏറ്റവും വേദനിക്കുന്ന ഒരു ഭാഗമാണ് അവന്റെ ഭാര്യ പറഞ്ഞ വാക്ക്. സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. അവളെ വചനത്തിനകത്ത് പറയുന്ന, അവൾ ഒരു പൊട്ടി സംസാരിക്കുന്ന പോലെ നീ എന്തിന് സംസാരിക്കുന്നു? പ്രിയ ദൈവമക്കളെ, ശോധന വരുമ്പോൾ, കഷ്ടങ്ങൾ വരുമ്പോൾ ഈ വാക്കുകൾ നമ്മൾ കേൾക്കേണ്ടി വരും. ആമേൻ. യോബിന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രിയ എന്ന് കരുതിയ തന്റെ ഭാര്യ പോലും തന്നെ ത്യജിച്ച് പറയുക, നീ നിന്റെ ദൈവത്തെ ത്യജിച്ച് കളഞ്ഞിട്ട് സ്തോത്രം നീ പോയി ചാവാൻ പറയുക, ആത്മഹത്യ ചെയ്യാൻ പറയുക ഒരു ഭർത്താവ്. സ്തോത്രം. അല്ല, ഒരു ഭാര്യ. പ്രിയ ദൈവമക്കളെ, ഇന്ന് രാത്രി പറയട്ടെ, ദൈവാത്മാവ് പറയുക, ശോധനയ്ക്കകത്ത് പിടിച്ച് കയറുന്ന വ്യക്തിയെ ദൈവം വിലയേറിയ ഒരു കല്ലാക്കി മാറ്റും. യോബ് അതിനകത്ത് പിടിച്ചു കയറി, ഭക്തിയെ മുറുകെ പിടിച്ചു, കഷ്ടങ്ങളുടെ നടുവിൽ കയറി പിടിച്ചു നിന്നു. അവന്റെ ശരീരത്തിന്റെ മേൽ പുഴു കയറി. അവന്റെ സഹോദരന്മാർ നിന്ദിച്ചു. സ്തോത്രം. യോബിന്റെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു. ഒരു 10 ശവപ്പെട്ടി വീട്ടിന്റെ ഫ്രണ്ടിൽ കയറി വന്നു. ഇതെല്ലാം നഷ്ടങ്ങൾ വന്നിട്ടും യോബ് തന്റെ ഭക്തിയെ മുറുകെ പിടിച്ചു. സ്തോത്രം. ഈ കല്ലിനെ ദൈവം വിലയേറിയ കല്ലാക്കി മാറ്റി. സ്തോത്രം. വിലയേറിയ കല്ലാക്കി മാറ്റി. യോബിന്റെ ജീവിതത്തിൽ 2 അധ്യായം തൊട്ട് തുടങ്ങിയ ശോധനകൾക്കകത്ത് 42 അധ്യായത്തിൽ യോബിന് വിലയേറിയ മാന്യത കൊടുക്കുകയാ. ഇന്ന് രാത്രി ദൈവാത്മാവ് ആരോടോ ദൂത് കൈമാറിയ, നീ അനുഭവിക്കുന്ന കഷ്ടതയുടെ പിന്നിൽ ഒരു ലിസ്റ്റ് ഇട്ട് എഴുതി വെച്ചോ. കർത്താവേ, ഞാൻ ചിലത് അനുഭവിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ ഒന്ന് കാണുന്നു, ഞാൻ വിലയേറിയതായി
മാറിക്കൊണ്ടിരിക്കുക, തിളക്കമുള്ളതായി മാറിക്കൊണ്ടിരിക്കുക, ശോഭയുള്ളതായി മാറിക്കൊണ്ടിരിക്കുക. സാന്തര ബൗഡമനിയ അനേക ഇടങ്ങളിലേക്ക് ആമേൻ ആമേൻ ഞാൻ എത്തപ്പെടേണ്ടത് ഉള്ളത് കൊണ്ട് ഈ തിളക്കത്തിലേക്ക് കയറുവാൻ, ഈ തീക്കകത്തൂടെ ഞാൻ കടന്നു പോകുമ്പോൾ ഞാൻ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ആമേൻ നിന്റെ പ്ലാൻ എന്നിലേക്ക് വെളിപ്പെടുവാൻ ഞാൻ ചില തിരകളിലൂടെ കടന്നുപോയേ മതിയാവും. ആമേ സ്തോത്രം. ഈ 2026 കുറിച്ചിട്ടോ ദൈവാത്മാവ് പറയുന്നു, ചിലതിനെ ദൈവം പ്രത്യേക ചില കല്ലുകളാക്കി, ഇതിനകത്ത് ചിലതിന്റെ കുടുംബത്തിനകത്ത്, ചില തലമുറകളുടെ വിഷയത്തിനകത്ത് മറ്റുള്ളവർ ചോദിക്കത്തക്കവണ്ണം ആശ്ചര്യം കൂറുമാറി, ഇതെന്താ സംഭവിച്ചേ, അയ്യോ ഇത് എവിടുന്ന ഈ വിടുതൽ വന്നേ, ഇത് എങ്ങനാ നടന്നത്, ഈ റിസൾട്ട് ഇങ്ങനെ നടന്നോ എന്ന് ചോദിക്കുന്ന ചില വാക്കുകൾ പരിശുദ്ധാത്മ പറയുന്നു നിങ്ങളുടെ ചെവിയിൽ കേൾക്കാൻ പോകുന്നു. വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ, വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. നിങ്ങൾ ചിലത് കേൾക്കാൻ പോകുകയാ. ആമേ ഷാര ബസ്കരാധികന കഴിഞ്ഞ ദിവസങ്ങളിൽ ആമേ കേട്ട് തളർന്ന ജീവിതമേ, ആത്മാവ് പറയുന്നു ഇനി കേൾക്കാൻ പോകുന്ന വാർത്ത ആമേ സ്തോത്രം ഇത് എന്താണ്, ഇത്ര ആശ്ചര്യം എന്താണെന്ന് ചോദിക്കുന്നത് പോലെ ചില റിസൾട്ടുകൾ കുടുംബത്തിനകത്ത് പരിശുദ്ധാത്മാവ് നൽകാൻ പോകുകയാ. ഇവിടെ പറയാണ് ആമേൻ, ഈ മൂലക്കല്ലായി അടിസ്ഥാനക്കല്ല് ഇട്ടിരിക്കുന്നു, വിശ്വസിക്കുന്നവൻ ഓടിപ്പോകുകയില്ല. യെശയ്യാവ് 28 16 വാക്യമാ, വിശ്വസിക്കുന്നവൻ ഓടിപ്പോകത്തില്ല, ഒരിടത്തും ഓടിപ്പോകത്തില്ല. ഈ കല്ലിൽ തന്നെ പിടിച്ചു നിൽക്കും. ആമേ സ്തോത്രം. ഈ അടിസ്ഥാനത്തിൽ തന്നെ ഉറപ്പിച്ച് നിൽക്കും. നമുക്കറിയാം, പാറമേൽ അടിസ്ഥാനമിട്ട വീട്, മണലിൽ മേൽ അടിസ്ഥാനമിട്ട വീട്. പാറമേൽ അടിസ്ഥാനമിട്ടതിന്റെ മേലും മണലിൽ മേൽ അടിസ്ഥാനമിട്ടതിന്റെ മേലും ഒരുപോലെ പ്രതിസന്ധികൾ കടന്നു വന്നു. പക്ഷേ ആമേൻ, പാറയിൽ അടിസ്ഥാനമിട്ടത് എന്തൊക്കെ വന്നിട്ടും അത് അവിടെ തന്നെ നിന്നു. എന്നാൽ മണലിൽ മേൽ അടിസ്ഥാനമിട്ടതോ വെള്ളം കുത്തൊഴുക്കിൽ വരുമ്പോൾ ആ മണലെല്ലാം പോയി ആ വീട് നിലം പരിച്ചായി. ഇന്ന് രാത്രി ദൈവാത്മാവ് പറയാ, എന്റെ ജനത്തെ ഞാൻ ഉറപ്പേറിയതായി നിർത്തും. ആരോടൊക്കെ ദൂത് കൈമാറുക, വിശ്വസിച്ചോ. പരിശുദ്ധ വ്യക്തമായി പറയുന്നു, എന്റെ ജനത്തെ ഞാൻ ഉറപ്പേറിയതായി നീക്കും. ബിന്ദു സിസ്റ്ററെ, പരിശുദ്ധാത്മ പറയുന്നു, പ്രാർത്ഥിച്ചോ, ശക്തിയോടെ പ്രാർത്ഥിച്ചോ. ഇതുവരെ നിന്നതല്ല ദൈവം നിർത്തിയെങ്കിൽ ഇനി ചില ദൈവ പ്രവൃത്തിയുടെ അടയാളങ്ങൾ നിന്റെ കുടുംബത്തിനകത്ത്, നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് നീ കാണാൻ പോകുകയാ. ഉരവസ്യാന്തര ചിലരോട് സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ട് എന്റെ റിസൾട്ട് ഇന്ന കണ്ടോ എന്ന് പറയുന്ന പോലെ ചില വാക്തത്വങ്ങൾ നിന്റെ മുൻപിൽ ഞാൻ നിറവേറും. ചില പേപ്പർ വർക്കുകൾ നിന്റെ മുൻപിലുണ്ട്. ചില ദൈവ പ്രവൃത്തികൾ ഞാൻ നിനക്ക് ഓപ്പൺ ആക്കും. ചില റിസൾട്ടുകൾ നീ കാണാൻ പോകുന്നു. കടത്തിവിടത്തില്ലെന്ന് പിശാച് വാദിച്ചിട്ട് ചില നാളുകളായി. പക്ഷെ ദൈവാത്മാവ് പറയാ, അതിനെ വെട്ടിക്കൊണ്ടൊരു ദൈവ പ്രവൃത്തിയുടെ ശിഖരം ചില വിഷയത്തിൽ നിനക്ക് മുളച്ചു വരാൻ പോകുക. ഇന്ന് രാത്രികാലം വിശ്വാസത്തോടെ ദൂതേറ്റെടുത്തോ. അരമ്പട്ട വാദികടക തൂരിക്കെട്ടി കടകവച്ചം പരവച്ചാലം വേദഘടക തൂനഘടക രസി മസ്കല നിബി ഹൽക്കനാദിയ റോക്ഷീക സി ബഹത്യാനവ ഊറ സൈഡമനിയ അടകർക്കത്തുന വൈഡമനിയ അതിരകന ഘടകരകത്തുന. നഷ്ടങ്ങളുടെ ഒരു കൊയ്ത്ത് കഴിഞ്ഞ പ്രാവശ്യം ആമേ സ്തോത്രം വർഷത്തിൽ ആമേ കണ്ടുകൊണ്ട് കയറി വന്ന ചില ജീവിതങ്ങളോട് ദൈവാത്മാവ് പറയാ, ക്ഷീണിക്കരുത്, തളരരുത്. ദൈവാത്മാവ് പറയുന്നു, നിന്നെ വിലയേറിയ ഒരു അടിസ്ഥാനമുള്ള കല്ലിലാ നീ നിൽക്കുന്നത്. അതുകൊണ്ട് നിനക്ക് പിന്തിരിഞ്ഞോടേണ്ട കാര്യമില്ല. വിശ്വസിച്ചുകൊണ്ട് അവിടെ നിന്നാൽ ദൈവം നിന്നെ മഹത്വമാക്കി മാറ്റും. നിന്റെ ആമേൻ വിഷയത്തെ ദൈവം ഒരു അത്ഭുതമാക്കി മാറ്റും. ആമേൻ, നിന്നെ നിന്ദിച്ച പലരും നീ നോക്കുമ്പോൾ അസ്ഥാനങ്ങളിലാകും. പക്ഷേ ആമേൻ, വാക്ക് പറഞ്ഞ ദൈവം നമ്മളോട് കൂടെ ഇരുന്ന് തള്ളിക്കളയാൻ കാലുവെപ്പിക്കത്തില്ലെന്ന് പറഞ്ഞ് അടിയിൽ കൂടെ ഒഴുക്കി കളയുവാൻ
ആമേ ആമേ സ്തോത്രം. ദൈവാത്മാവ് അങ്ങനെ ചിലരെ കാണിക്കുന്നത്. ആ നിൽക്കുന്ന ഇടത്ത് കുത്തൊഴുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കാലുകൾ ആടുവാൻ തുടങ്ങും. എന്നാൽ അതിനകത്തും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ജയശ്രീ പുനലൂർ പരിശുദ്ധാത്മാ പറഞ്ഞു, സിസ്റ്റേ പിടിച്ചു നിന്നോ, കാലടിയിൽ കൂടെ വെള്ളം ഒഴുക്കി കളയുന്നത് പോലെ നിന്റെ മാമെ ഉറപ്പിന്റെ അനുഭവത്തെ ഒഴുക്കി കളയാൻ ശത്രു നോക്കിയാലും നീ വിശ്വസിക്കുന്ന ആമെ ക്രിസ്തുവിൽ ഉറച്ചു നിന്നാൽ, നീ വിശ്വസിക്കുന്ന ക്രിസ്തുവിൽ ഉറച്ചു നിന്നാൽ നിനക്ക് വേണ്ടി ചില റിസൾട്ടുകൾ ദൈവം ഒരുക്കുമെന്ന് ആത്മാവ് നിന്നോട് ദൂത് വിളിച്ചു പറയുക. എങ്ങനെ പ്രാർത്ഥിക്കണമെന്നോ എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്നോ അറിയാതെ പോയ ചില നാളുകളിലും എന്റെ ആത്മാവ് നിന്നെ നടത്തിയ വിധങ്ങളുണ്ട്. കർത്താവേ, ഈ ഭാരം ഒന്ന് എടുത്തിറക്കി വെക്കാൻ എനിക്ക് മറ്റാരുമില്ലല്ലോ എന്ന് പറഞ്ഞു നീ നിലവിളിച്ച അവസ്ഥകളെ പരിശുദ്ധാത്മാവ് കാണുകയാ മകളെ. ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, നീ ഒറ്റപ്പെട്ടവളല്ല, നീ ഒറ്റപ്പെട്ടവളല്ല, നിന്നെ ഞാൻ കൈക്ക് പിടിച്ച് നടത്തും. ആമേൻ. പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിസ്തംഭമായി ഞാൻ നിന്റെ കൂടെ ഇരിക്കും. നിന്നെ വിഴുങ്ങാൻ വരുന്ന ശത്രുവിന് നിന്നെ ഞാൻ വിട്ടുകൊടുക്കത്തില്ല. ഇന്ന് ഈ മീറ്റിങ്ങിനകത്ത് കയറിയപ്പോൾ തന്നെ നിന്റെ ഹൃദയം നുറുങ്ങിക്കൊണ്ടിരിക്കുക. നീ ഒരു തകർന്ന അനുഭവത്തിൽ ഇരുന്ന്, കർത്താവേ നീ എന്നോടൊന്ന് സംസാരിക്കണേ, നിന്റെ ശബ്ദം എന്നെ ഒന്ന് കേൾപ്പിക്കണമേ എന്ന് നീ അലറി കരഞ്ഞുകൊണ്ട് ഈ മീറ്റിങ്ങിൽ കയറിയത്. ഇന്ന് ദൈവാത്മാവ് പറയുന്നു, നിന്റെ സങ്കടത്തെ ഞാൻ കണ്ട് നിനക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കും. ശത്രു നിന്നെ വിഴുങ്ങാൻ നിൽക്കുന്നുണ്ട്, പക്ഷെ വിഴുങ്ങാൻ ഞാൻ നിന്നെ വിട്ടുകൊടുക്കത്തില്ലെന്ന് ആത്മാവിന്റെ ദാസിയോട് ദൂത് വിളിച്ചു പറയുക. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നീ വിശ്വസിച്ചോ, ഈ കല്ല് നിനക്കുറപ്പുള്ളതാ, ഈ അടിസ്ഥാനം നിനക്കുറപ്പുള്ളതാ, നിന്നെ തൊടുവാൻ ശത്രുവിന് വിട്ടുകൊടുക്കത്തില്ലെന്ന് ദൈവാത്മാവ് ഇന്ന് രാത്രി പ്രിയ സിസ്റ്ററോട് ആലോചന അറിയിക്കുക. പ്രിയ ദൈവമക്കളെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിടെ പറയാണ്, വിശ്വസിക്കുന്നവൻ ഈ അടിസ്ഥാനം ഇട്ടിരിക്കുന്ന കല്ലിനകത്ത് നിന്ന് ഒരിക്കലും ഓടിപ്പോകത്തില്ല. ആമേ സ്തോത്രം. ആമേൻ. ഈ കല്ല് അത്ര ഉറപ്പുള്ള കല്ല, ഇത് ജീവൻ പകരുന്ന കല്ല, ഇത് രക്ഷ ഒരുക്കുന്ന കല്ല, ഇത് അടിസ്ഥാനമിട്ട് നിന്നെ മറിച്ച് കളയാൻ വരുന്ന വിഷയങ്ങൾക്കകത്തും നിന്നെ പിടിച്ച് നേരെ ലെവൽ ചെയ്യുന്ന കല്ല ഇത്. എന്നോട് ദൈവാത്മാവ് ഒറ്റ ദൂത ഇതിനകത്ത് പറഞ്ഞ്, ഈ ജീവനുള്ള കല്ലിനോട് ചേർന്നാറിയിരിക്കുന്നു അവരിൽ ചില വിടുതലുകൾ 2026 പരിശുദ്ധ വ്യക്തമായി പറയുന്നു, ചില വിടുതലുകൾ ഇതിനകത്തുണ്ട്. പ്രിയ ദൈവമക്കളെ, ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ച് മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ അവർ ആമേ സ്തോത്രം അവരുടെ ആമേൻ യഹോവയായ ദൈവം പറഞ്ഞു, ആമേൻ പ്രഭാത കാലത്ത് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾ യഹോവയുടെ തേജസ് കാണും. ആമേ സ്തോത്രം. അതുമാത്രമല്ല, നിങ്ങൾ പ്രഭാത കാലത്ത് നിങ്ങൾ നോക്കുമ്പോൾ ആമേ സ്തോത്രം നിങ്ങൾ ഇതുവരെ കാണാത്തതൊന്ന് നിങ്ങൾ കാണാൻ പോകുകയാ. ആമേ സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. നമ്മളത് വായിക്കുമ്പോൾ, അവിടെ വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ആമേ സ്തോത്രം. അവിടെ ആമേ 13 ആമേ പുറപ്പാട് 13 ആമേ സ്തോത്രം 16 ആമേൻ 10 വാക്യമാണ്. യഹോവയുടെ തേജസ് മേഘത്തിൽ വെളിപ്പെട്ടിരിക്കുന്നത് കണ്ടു. ഇത് എപ്പോഴാ കണ്ടത്? പ്രഭാത സമയത്ത് കണ്ടു. ആമേൻ. തന്റെ ജനം ആമേൻ വാക്ക് കേട്ട് ഇറങ്ങി പുറപ്പെട്ട ജനം കാണുന്നത് യഹോവയുടെ തേജസ്സാ കാണുന്നത്. കാരണം എന്താണെന്ന് അറിയാമോ? അതിന്റെ 13 20 തൊട്ട് ഇങ്ങോട്ട് വായിക്കുമ്പോൾ, 21 തൊട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, അവർ പകലും രാവും യാത്ര ചെയ്യുവാൻ തക്കവണ്ണം അവർക്ക് വഴി കാണിക്കേണ്ടതിന് പകൽ മേഘസ്തംഭത്തിലും അവർക്ക് വെളിച്ചം കൊടുക്കേണ്ടതിന് രാത്രി അഗ്നിസ്തംഭത്തിലും യഹോവ അവർക്ക് മുൻപായി പോയിക്കൊണ്ടിരിക്കുന്നു. ആമേ. ദൈവം വിളിച്ചിറക്കിയ തന്റെ ജനത്തെ ദൈവം നടത്താൻ ശക്തനാ. അത് പകലായാലും രാവായാലും. ഒരു മനുഷ്യന്റെ ജീവിതത്തിനകത്ത് ആമേ കയറി വരുന്ന 2 കാര്യങ്ങളാ. ഒരു പകലുണ്ട്, ഒരു രാവുണ്ട്. ആമേ സ്തോത്രം. ഹല്ലേലൂയ. എനിക്കെന്തോ നെറ്റിന്റെ കംപ്ലൈന്റ് ആണെന്ന് തോന്നുന്നു, വീഡിയോ ഒക്കെ കട്ടായി പോകുന്നുണ്ട്. ആമേ സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ
അപ്പൊ കുഴപ്പമില്ല, കറക്റ്റായിട്ട് കാണുക. ഇല്ല, ഇടയ്ക്ക് വെച്ച് പോയാ. ഇവിടെ കുഴപ്പമില്ല. ആമേൻ, സ്തോത്രം. ഇവിടെ നമുക്ക് കാണാൻ കഴിയും, ആമേൻ, അവർ പകലും രാവും യാത്ര ചെയ്യുവാൻ തക്കവണ്ണം, ആമേൻ, യഹോവയായ ദൈവം അവർക്ക് വഴി കാണിക്കേണ്ടതിന്. പ്രിയ ദൈവമക്കളെ, വിളിച്ചിറക്കിയ നമ്മുടെ കർത്താവിനറിയാം നമുക്ക് വേണ്ടുന്ന വഴി കാണിച്ചു തരാൻ. തലമുറകളെ ചൊല്ലി ഭാരപ്പെടുന്ന ചിലർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. വഴി ഏതെന്നറിയാതെ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മ വ്യക്തമായി പറയുക. ബെനഡിക്റ്റ് മാത്യു കൈ ഉയർത്തി ആ വിഷയത്തിനകത്ത്, കരയുന്ന വിഷയത്തിനകത്ത്, ആമേൻ ആമേൻ ആമേൻ, ദൈവത്തിന്റെ മറുപടി കാണും കേട്ടോ, ഭാരപ്പെടണ്ട. ആമേൻ, പരിശുദ്ധാത്മ വ്യക്തമായിട്ട് പറയുക, അവൻ വഴി കാണിച്ചു തരും. വിശ്വാസത്തോടെ ദിവസമായിരുന്നു. ദൈവ കണ്ണുനീര് കണ്ട് മറികടക്കത്തില്ലെന്ന് ആത്മാവ് ഇടപെടുക. ആമേ, ചില ജാതിക ശക്തിയുടെ വ്യാപാരങ്ങൾ കുടുംബത്തിനകത്ത് പലതിനെ ബന്ധിച്ചൊതുക്കിയിടുവാൻ, ആമേ, വെല്ലുവിളിക്കുന്ന ചില പോരാട്ടങ്ങളെ കർത്താവ് ഈ ദിവസങ്ങളിൽ അഴിച്ചു മാറ്റി ചില സ്വസ്ഥത ഞാൻ നിനക്ക് തരും. കർത്താവ് ഇങ്ങനെ പറയുന്നത്. ആമേ, സ്വസ്ഥത. ചില മേഖലകൾക്കകത്ത് ഒരു സ്വസ്ഥത. എന്നോട് ചോദിക്കാറുണ്ട്, കർത്താവേ, ഞാൻ ഇനി എത്ര നാൾ മുന്നോട്ട് ഇങ്ങനെ ചില ചുമടുകൾ വഹിച്ചുകൊണ്ട് മുന്നോട്ടുള്ള യാത്ര എത്ര നാളെന്ന് ചോദിക്കുമ്പോൾ ദൈവാത്മാവ് പറയുക, ഉടമനറിഗമന ഭൗഷ്യസിയ, കടലിന്റെ, ആമേൻ, മുൻപിൽ വന്നു നിന്ന ജനം, ആമേൻ, വഴി കാണാതെ നിൽക്കുകയാ. പിൻപോട്ട് തിരിയാൻ വയ്യ, മുന്നോട്ട് പോകാൻ വയ്യ. നടുക്കടലിന്റെ മധ്യത്തിൽ നിൽക്കുന്നത് പോലെ നിൽക്കുമ്പോൾ, ആമേൻ, വഴി കാണിച്ചു കൊടുക്കുന്നവൻ ഈ ജനത്തിന് മുൻപിൽ വന്ന് നിൽക്കുക. മോശയോട് ഒറ്റ കാര്യമേ പറഞ്ഞോളൂ, നീ വടിയെടുത്ത് നീട്ടുക. പക്ഷെ മോശയല്ല അവിടെ മുന്നേ പോയത്. യഹോവ അന്ന് രാത്രി ശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റടുപ്പിച്ച്, ആമേ, സ്തോത്ര, ആ വെള്ളത്തെ, ആമേ, രണ്ടു വശത്തും, ആമേ, മതിലാക്കി നിർത്തി, ആമേ, കടലിനെ പിൻവാങ്ങിച്ചു. ഇന്ന് രാത്രി ദൈവാത്മാവ് എന്റെ ദാസനോട് പറയാ, നിന്റെ മുൻപിൽ നിൽക്കുന്ന പ്രതികൂലത്തെ ഞാൻ പിൻവാങ്ങിക്കും. കർത്താവ് ഇങ്ങ് പറയും, ഇങ്ങ് മാറി നീ നിക്ക്. എന്നോട് അങ്ങനെ തന്നെ പറയുന്നേ. ആമേൻ, വിശ്വസിച്ചോ? പരിശുദ്ധാത്മ പറയുന്നു, ഇങ്ങോട്ട് മാറി നിൽക്കാൻ പറയുന്ന ചില ശബ്ദം വീട്ടിനകത്ത് ചില വിഷയത്തിൽ മുഴുകാൻ പോകുകയാണ്. അതിരതകൾ ഖനത റികത്തുരമൗഡമനി. ആമേ ആമേൻ, ഒരു ഇരുമ്പ് വാതിലിനകത്ത് കിടക്കുന്ന മേഖലകളാ. പക്ഷെ ആ വാതിലിനെ ദൈവം ഓപ്പൺ ആക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുന്നു, ചില തടസ്സങ്ങളെ കർത്താവ് കൽപ്പിക്കാൻ പോകുക. ഇങ്ങോട്ട് മാറി നിൽക്കുക, ഇങ്ങോട്ട് മാറി നിൽക്കുക. എന്റെ ജനം മുന്നോട്ട് യാത്ര ചെയ്യട്ടെ. വിളിച്ച ജനത്തിന് പുറകോട്ട് പോകാൻ ദൈവം ഓർഡർ കൊടുത്തിട്ടില്ല. വിളിച്ച ജനത്തിന് എപ്പോഴും ഒരു ഓർഡർ ഉണ്ട്. ആമേൻ, ഇന്ന് രാത്രി വിശ്വസിച്ചോ? വിളിച്ച ജനത്തിന് ഒരു ഓർഡർ ഉണ്ട്. എങ്ങോട്ട് പോകാനാ? മുന്നോട്ട് യാത്ര ചെയ്യാൻ. വിളിച്ച ജനം ബാക്കിലോട്ട് നടക്കാൻ ദൈവം പറഞ്ഞിട്ടില്ല. വിളിച്ച ജനം മുന്നോട്ട് പോകാനേ ദൈവം പറഞ്ഞിട്ടുള്ളൂ. അതിനകത്ത് വരുന്ന പ്രതിസന്ധിക്കകത്ത് യഹോവ ഇന്ന്, ആമേൻ, ഞാൻ ആ വാക്ക് എടുക്കാനേ ഉദ്ദേശിച്ചതല്ല, പക്ഷെ പരിശുദ്ധാത്മാവിനോട് കൃത്യമായി കണക്ട് ചെയ്തു. യഹോവ അവർക്ക് മുൻപായി പോകും. ആമേൻ, എന്തിനാ? വഴി കാണിച്ചു കൊടുത്തുകൊണ്ട് മരുഭൂമിയിൽ തന്റെ ജനത്തിനൊരു വാതിലുണ്ടെന്ന് ദൈവാത്മാവിന്റെ ദാസനോട് ദൂത് പറയുന്നു. വിശ്വസിച്ചോ? നീ ലജ്ജിക്കത്തില്ല. ചില മേഖലകൾക്കകത്ത്, ചില വിഷയങ്ങൾക്കകത്ത് അത്ഭുത കരങ്ങൾ കാണാൻ പോകുകയോ. ഞാൻ നിന്നെ ഒരു അത്ഭുതമാക്കും. ആമേൻ, റെറ്റി ലാസ്മൈറ്റി മിനി ഓൾ ക്രാസിസി. ഇന്ന് രാത്രികാലം, ആമേൻ, ഏറ്റെടുത്ത് സ്തോത്രം ചെയ്തോ, ഏറ്റെടുത്ത് സ്തോത്രം ചെയ്തോ. ചില വിഷയങ്ങൾക്കകത്ത് പരിശുദ്ധാത്മ പറയുന്നു, ചുറ്റിപ്പിടിച്ച് കറക്കി വെച്ചിരിക്കുന്ന ചില കെട്ടുകളുടെ ചുരുളുകളെ പരിശുദ്ധാത്മ അഴിച്ചു മാറ്റും. ഓ റാംസ മനാധികത്തുനി അടകച്ചേനി വേദിക്കട്ടി ഉടകവന്തര ബൗഡവരിയ അതിരാതകൾ കനാധികന വസ്തിരീതന പ്രൗഢവനിയ. കർത്താവിനെ ഇങ്ങനെ ഒരു ദൂത് പറയുന്നു, വസ്തിയെ എടുത്തു മാറ്റി ഒരേ കയറുന്ന പോലെ ചില മേഖലകളിൽ ദൈവത്തിന്റെ ചില പ്രത്യേക പ്ലാനുകൾ ദൈവം ഒരുക്കാൻ പോകുന്നു. ദൂതേറ്റെടുത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചു കൊള്ളുവാൻ പരിശുദ്ധാത്മാവ് ആലോചന പറയുക. പ്രിയതേ മക്കളെ, ഇവിടെ പകലിലും, ആമേൻ, ദൈവത്തിന്റെ പ്രവൃത്തിയുണ്ട്, രാത്രിയും ദൈവത്തിന്റെ പ്രവൃത്തിയുണ്ട്.
പകലിലും അവർക്ക് നടക്കേണ്ടുന്ന വഴി ദൈവം കാണിച്ചു കൊടുത്താലേ അവർക്ക് പോകാനൊക്കൂ. രാത്രിയിലും അവർക്ക് ആമേൻ നല്ല വെട്ടത്തിൽ മാത്രമേ അവർക്ക് മുന്നോട്ട് യാത്ര ചെയ്യാനൊക്കൂ. എന്നാൽ ഇവിടെ രണ്ടിടത്തും യഹോവ അവർക്ക് മുൻപായി പോയിക്കൊണ്ടിരുന്നു. പ്രിയ ദൈവമക്കളെ, നമ്മളെയൊക്കെ നടത്താൻ പലരെയും ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ മീറ്റിംഗ് നടത്താൻ ബീനസിസ്റ്ററെ ദൈവം കണ്ടിട്ടുണ്ട്. പക്ഷെ ബീനസിസ്റ്റ് അല്ല ഇതിനകത്തെ കാര്യം ചെയ്യുന്നത്. ദൈവം ഇതിന് മുന്നമേ പോകുകയാ. നമ്മുടെ ഇതിനകത്തിരിക്കുന്ന നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മുന്നമേ യഹോവ വഴി കാണിച്ചു കൊടുത്തുകൊണ്ട് ബീനസിസ്റ്ററിലൂടെ ദൈവത്തിന്റെ പ്രവൃത്തികളെ കാണിച്ചു കൊടുക്കുമ്പോൾ തന്നെ മുന്നിൽ നിൽക്കുന്നത് ദൈവമായ കർത്താവാണ്, യഹോവയായ ദൈവമാണ്. എത്ര പേര് വിശ്വസിക്കുന്നു? എന്റെ കുടുംബത്തിനകത്ത് വരുന്ന പ്രതിസന്ധികളുടെ മുൻപിൽ ഒരുവൻ വന്ന് നിപ്പുണ്ട്. ആമേൻ. എന്റെ പ്രശ്നത്തിന്റെ മുൻപിൽ ഒരുവൻ നിപ്പുണ്ട്. ഇന്ന് രാത്രി ദൂതേറ്റെടുത്ത് സ്തോത്രം ചെയ്തോ. ആമേൻ. നിങ്ങളെ വ്യക്തിപരമായി പറഞ്ഞില്ലേലും ഇതിനകത്തുള്ള ആലോചനകൾ തന്നെ ആത്മാവ് നിങ്ങളോട് ഇടപെടുന്നത്. ആമേൻ ആമേൻ. നിങ്ങൾക്ക് മുൻപിൽ ഒരുവൻ വന്ന് നിപ്പുണ്ടെന്ന് നിങ്ങൾക്ക് ഇന്ന് വരെ കാണാൻ കഴിയാത്തത് 25 മറഞ്ഞു കിടന്നത്. പ്രിയ ദൈവമക്കളെ, എന്നോട് ദൈവാത്മാവ് 25 രാത്രി മീറ്റിംഗിൽ പരിശുദ്ധാത്മാവ് ഇടപെട്ടതാ. നിന്റെ 68 സങ്കീർത്തനം 10 നിന്റെ ദയ അത് എളിയവർക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചു. ഒരുക്കി വെച്ചതാണ് 26 കാണാൻ പോകുന്നത്. ഒരുക്കി വെച്ചതാണ് 26 നമ്മൾ കാണാൻ പോകുന്നത്. എളിയവർക്ക് വേണ്ടി, തന്റെ ജനത്തിനു വേണ്ടി കരഞ്ഞതിന്, ഉപവസിച്ചതിന്, ആമെ കൊടല് ചുരുങ്ങിയിരുന്ന് നിലവിളിച്ചതിന്, ഉടമന വാഹനത്തിൽ കരഞ്ഞതിന്, അടുക്കളയിൽ കരഞ്ഞതിന്, ഉടമന ബൗഡി വിരിയ രാത്രി കിടക്കയിൽ ഫില്ലോ മുഴുവൻ നനച്ച് ആമെ കരഞ്ഞ ചില മേഖലകൾക്കകത്ത് ദൈവാത്മാവ് ഇന്ന് രാത്രി ദൂത് വിളിച്ചു പറയുക, നിന്റെ കണ്ണുനീര് കണ്ടിട്ട് ദൈവം മറച്ചു വെച്ച ചില വിടുതലുകളെ ദൈവം ഈ ദിവസങ്ങൾ 26 തന്റെ ജനത്തിന് കൈമാറുന്ന വർഷമാണ്. ദൈവാത്മാ വ്യക്തമായി പറയുന്നു 26-നകത്ത് ചിലതിന് കൈമാറ്റം സംഭവിക്കും. ജെൻസി റോബിൻ ദൈവാത്മാ പറയുന്നു, മകളെ ആമെ ചിലതിന് കൈമാറ്റം സംഭവിക്കും. ചില വിടുതലുകൾ കാണും, ചില ദൈവ പ്രവൃത്തികൾ കാണും. പരിശുദ്ധാത്മ പറയുന്നു ആമെ ജെസി ബാബു ദൈവാത്മാവ് പറയുന്നു ചില വിടുതലുകൾ കാണും. ആമെ ചില ഒരുക്കി വെച്ചത് ഊര സത്യമാനഘടകരകത്തുനിയ അരങ്കടകവേദി കട്ടി കടകമന തുരാധികന പരിശുദ്ധാത്മ വ്യക്തമായിട്ട് ഇടപെടുക. ചിലത് കാണാൻ പോകുക. എളിയവർക്ക് വേണ്ടി അവൻ ഒരുക്കി മറച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഇന്ന് വൽക്കാലം പറ, നമ്മുടെ സ്വർഗത്തിലെ അപ്പൻ ആമൻ നമുക്ക് ആര് കരുതിയില്ലേലും, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആര് കരുതിയില്ലേലും ആമേ സ്തോത്രം സ്തോത്രം. ഇന്ന് രാത്രി പറയുക, ചിലത് ദൈവം ഒരുക്കി മറച്ചിട്ടിട്ടുണ്ട്. അത് മറ്റാർക്കും വേണ്ടിയല്ല, തന്റെ കരയുന്ന ജനത്തിനു വേണ്ടി 26 ദൈവം കൊണ്ടുവന്ന് കൈമാറ്റം ചെയ്യും. വിശ്വാസത്തോടെ ദൂത് സ്വീകരിച്ചോ. ഇതിനകത്തിരിക്കുന്ന സകല ഡിവൈസുകളും സ്വീകരിച്ചോ. പരിശുദ്ധാത്മ പറയുന്നു എളിയവർക്ക് വേണ്ടി ഇത് കൈമാറ്റം ചെയ്യും. പ്രിയ ദൈവമക്കളെ, ഈ ഇസ്രായേൽ ജനത്തെ ദൈവം നടത്തുമ്പോൾ ഇസ്രായേൽ ജനത്തിനു വേണ്ടി ദൈവം ചെയ്ത ചില കാര്യങ്ങളുണ്ട്. ആമേൻ. യഹോവയുടെ തേജസ് അവരുടെ കൂടെയുണ്ട്. ഈ വർഷത്തിൽ നമ്മുടെ കൂടെ ദൈവാത്മാവിന്റെ സാന്നിധ്യം കൂടെ വേണം. പ്രിയ ദൈവമക്കളെ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ നമ്മൾ സഞ്ചരിച്ചോണം. നമ്മളെ തകർക്കുവാൻ ഉന്നം വെക്കുന്ന ചില ശക്തികൾ മുൻപിലുണ്ട്. നമ്മളെ എവിടെ ഒതുക്കുവാൻ ഉന്നം വെക്കുന്ന വിഷയങ്ങളുണ്ട്. പക്ഷെ അതിന്റെ നടുവിൽ ഈ തേജസ്സിൽ നമ്മൾ മറയപ്പെട്ടാൽ ആമേ സമാഗമന കൂടാരത്തിനകത്ത് ആമേ സ്തോത്രം ആമേൻ ആ സമാഗമന കൂടാരത്തിന് ചുറ്റും പലക ഇങ്ങനെ വെച്ച് ഒന്നോടൊന്ന് അത് ചേർത്ത് ആ പലകകൾ ഇങ്ങനെ ഇണക്കി വെച്ചേക്കും. ആമേ സ്തോത്രം. അതിനെ പ്രൊട്ടക്ട് ചെയ്ത്, കാരണം ഒന്നും അതിന്റെ ഇടയ്ക്ക് വന്ന് കയറാതെ വേണം ഓരോ പലകയും അതിന്റെ ആമേൻ ഇങ്ങനെ ചേർത്ത് വെച്ച് അത് പണിയുമ്പോൾ ആമേൻ അത് കഴിഞ്ഞിട്ട് ഈ പലകയെ കാണാതെ അതിനെ അങ്ങ് പൊന്നുകൊണ്ട് മറയ്ക്കും.
ആ തേജസ് കൊണ്ട് മൂടും. ഇന്ന് രാവിലെ രാത്രി ദൈവാത്മാ പറയാ, നമ്മളെ ശത്രു കാണാതെ വേണം ഈ 26 വിഴുങ്ങാൻ വരുന്ന ചില ക്യാൻസറുകളെ, വിഴുങ്ങാൻ വരുന്ന ചില മുഴകളെ, വിഴുങ്ങാൻ വരുന്ന ചില രോഗശക്തികൾ നമ്മുടെ ശരീരത്തിൽ കാണാതെ വേണം കർത്താവിന്റെ രാത്രി ചിലരോട് ദൂത് വിളിച്ച് പറയാ, യഹോവയുടെ തേജസ് കൊണ്ട് ചില ശരീരങ്ങളെ കർത്താവ് പൊതിയുമെന്ന്. ഊരവസാന്തര ചില വാഹനങ്ങളെ ദൈവം പൊതിയുമെന്ന്. സ്തോത്രം. ചില ശുശ്രൂഷകളെ ദൈവം പൊതിയുമെന്ന്. ഇരുട്ടിൽ പതികടക്കുന്ന വിഴുങ്ങാൻ നിൽക്കുന്ന ശത്രുവിന് നിന്നെ വിട്ടുകൊടുക്കാതെ വേണം. പരിശുദ്ധാത്മാവ് പറയുന്നു, യഹോവയുടെ തേജസ് കൊണ്ട് ഈ പലക കാണത്തില്ല, നിന്നെ കാണത്തില്ല. യഹോവയുടെ തേജസ്സിനാൽ മൂടപ്പെടും. 2026 തന്റെ ജനത്തോടുള്ള ദൂത ദൈവാത്മാവ് കൈമാറുന്നത്. പ്രാർത്ഥിക്ക്, കർത്താവേ, ഞാൻ പോകുന്ന യാത്രയിൽ ദുഷ്ടൻ എന്നെ കാണരുത്, പകരം തേജസ് മുന്നമേ പോകണം, തേജസ്സിനാൽ ഞാൻ മറയപ്പെടണം. ബീനസിസ് എന്ന വ്യക്തിത്വം തേജസ് കൊണ്ട് മറയപ്പെട്ടാൽ വരുന്ന സിംഹങ്ങൾക്ക് ഈ തേജസ്സിന്റെ അകത്ത് കയറാനൊക്കെ അതുകൊണ്ട് മരുഭൂമിയിൽ ഇസ്രായേൽ ജനം നടന്നപ്പോൾ അവർക്കൊന്നും പറ്റാതെ അവരുടെ ഉടുപ്പ് പഴകിയില്ല, കാലിൽ ചെരുപ്പിന് ഒരു കേടും പറ്റിയില്ല. അവര് വളരും തോറും ഇതെല്ലാം മാറിക്കൊണ്ടേയിരുന്നു. കാരണം യഹോവയുടെ തേജസ് അവരുടെ കൂടെ നടന്നു. പുതിയ നിയമ ഇസ്രായേലായ തന്റെ ജനത്തിനു വേണ്ടി പരിശുദ്ധാത്മാവാകുന്ന വാഗ്ദത്തത്തെ നമുക്ക് പകർന്നു തന്നിട്ടാണ് നമ്മുടെ കർത്താവ് പോയത്. ആ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നിറയപ്പെട്ടവരായി, ആ തേജസ്സിനാൽ മറയപ്പെട്ടവരായി, ആത്മാവുമായിട്ട് നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ ആത്മാവ് ചിലത് നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കും, ആത്മാവ് നമ്മളോട് ഇടപെട്ടുകൊണ്ടിരിക്കും. ഈ ആത്മാവിനാൽ നാം നയിക്കപ്പെടുമ്പോൾ പിശാചിന് നമ്മളെ തൊടാനൊക്കത്തില്ല. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുക, ചില രോഗശക്തികൾ ഇതിനകത്തുനിന്ന് വിട്ടുമാറട്ടെ. ചില ശരീരങ്ങൾ ദൈവ സ്വതന്ത്രമാക്കട്ടെ, ചില അറ്റാക്കുകൾ ദൈവം എടുത്തു മാറ്റട്ടെ. ചില മുഴകളെ സ്വർഗം എടുത്തു മാറ്റട്ടെ. ചില യൂട്രസ് സംബന്ധമായ വിഷയങ്ങൾക്ക് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. കാൽ മുട്ടുകൾക്ക്, കൈ മുട്ടുകൾക്ക് എന്നെ ദൈവാത്മാവ് ഒരു തീ കാണിക്കുകയാ. കർത്താവ് പറയുന്ന ഒരു യഹോവയുടെ തേജസ് എനിക്കറിയത്തില്ല. വീണ സിസ്റ്റർ ഈ മീറ്റിംഗിനകത്ത് ചുറ്റിക്കൊണ്ടിരിക്കുകയാ. സ്വീകരിക്കുന്നവരുടെ അടുക്കലേക്ക് നാം സൂം പ്ലാറ്റ്ഫോമിലാണെങ്കിൽ പരിശുദ്ധാത്മ പറയുന്നു ഒരു തീ ഇതിനകത്തേക്ക്, മേഘസ്തംഭം അഗ്നിസ്തംഭം പോലെ ചിലത് നമ്മുടെ കൂടാരത്തിലേക്ക് ഇറങ്ങി വരികയാ. എഴുതിയിരിക്കുന്നത് ചിലതിനെ തകർക്കുമെന്ന് വാദിച്ചിരിക്കുന്നത്, നീ ആ നന്മ അനുഭവിക്കത്തില്ലെന്ന് പറയുന്നത്, നിന്റെ തലമുറ അത് കാണത്തില്ലെന്ന് പറയുന്നത്, നീ ആ തലമുറയുടെ നന്മയ്ക്ക് നീ ജീവനോടെ കാണത്തില്ലെന്ന് പറയുന്നത്, ചിലത് ചിറകടിച്ച് മാറുകയാ, ചില ഇരുളിന്റെ ശക്തി ചിറകടിച്ച് മാറുകയാ. ദൈവത്തിന്റെ തേജസ് ഇതിനകത്ത് കത്തിക്കൊണ്ടിരിക്കുക. ചില വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരോട് ആത്മാവ് ദൂത് പറയുന്നു, പ്രാർത്ഥിച്ചോ, യഹോവയുടെ തേജസ്സിനാൽ നീ മറയപ്പെടും. ചില ജോലി മേഖലകളിൽ യഹോവയുടെ തേജസ്സിനാൽ നീ മറയപ്പെടും. നിന്റെ തലമുറകൾ ആയിരിക്കുന്നിടത്ത് യഹോവയുടെ തേജസ്സിനാൽ മറയപ്പെടും. ചില കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ യഹോവയുടെ തേജസ്സിനാൽ മറയപ്പെടും. ഇതിനകത്ത് ചില വിവാഹങ്ങൾ ദൈവം നടത്താൻ പോകുന്നു. കർത്താവ് ഇങ്ങനെ പറയുന്നു, ചില വിവാഹങ്ങൾ ദൈവം നടത്താൻ പോകുന്നു, ചില വിവാഹങ്ങൾ ദൈവം നടത്താൻ പോകുന്നു. ചില ഭവനത്തിന്റെ ക്രമീകരണങ്ങൾ ദൈവം ഒരുക്കാൻ പോകുന്നു. എനിക്കറിയത്തില്ല, ചില വസ്തുക്കളുടെ അവകാശങ്ങൾ ദൈവം ചിലതിനെ തരാൻ പോകുന്നു. പിടിച്ചു വെച്ചിരിക്കുന്ന ചില നന്മകളെ ചിലതിന്റെ കയ്യിൽ നിന്ന് ദൈവം മേടിച്ചു തരാൻ പോകുന്നു. ഇന്ന് രാത്രി വിശ്വാസത്തോടെ ദൂതേറ്റെടുത്തോ. ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുക, ചില റിസൾട്ടുകൾ ഇന്ന് നടക്കാൻ പോകുക. പ്രിയതേ മക്കളെ, ഇസ്രായേൽ മക്കൾ തേജസ്സിൽ നോക്കുമ്പോൾ
ആമേൻ ആമേൻ പറയാണ്. ആമേൻ സ്തോത്രം. പ്രഭാത കാലത്ത് ഞാൻ നിങ്ങൾക്ക് അപ്പം കൊണ്ട് തൃപ്തി വരുത്തും. ഈ തേജസ്സിൽ നടക്കുന്ന ജനത്തിന് ദൈവം തൃപ്തി തരും. ഈ വർഷം ആമേ തൃപ്തി തരും. നിങ്ങൾ ചിന്തിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളെടുത്ത് ചെയ്തിട്ട് നോക്കുമ്പോൾ ചിലത് ശൂന്യതയില്ല, ഒന്നും ആമേ പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. ചിലതൊന്ന് പൂർത്തീകരിച്ച് അതിൻ്റെതായ ഒരു സ്വസ്ഥത അനുഭവിക്കാൻ കഴിയാത്തവർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ആത്മാവ് പറയാ, പ്രഭാത കാലത്ത് യഹോവയുടെ തേജസ്സിന്റെ അകത്താണോ ആമേ ദൈവാത്മാവ് പറയുന്നു, നിനക്ക് ആമേൻ അപ്പം കൊണ്ട് ദൈവം തൃപ്തരാക്കും. ആമേ സ്തോത്രം. പ്രഭാത കാലത്ത് ആമേന് വേറെ എങ്ങും പോണ്ട, പാളയത്തിന്റെ അകത്ത് വാതിക്കൽ കൊണ്ടുവന്ന് ദൈവം ചില ക്രമീകരണങ്ങൾ ചെയ്തു തരും. ആമെ കഥകിന് മുട്ടി വിളിച്ച ചില വിടുതലുകൾ, ആമെ പ്രാർത്ഥനയുടെ ഡോറുകളിൽ വരുന്ന ചില ശബ്ദങ്ങൾ, ചില ഫോണിനകത്ത് വരുന്ന ചില വിടുതലിന്റെ സന്ദേശങ്ങൾ ദൈവാത്മാവ് ചിലതിന് കൽപ്പിക്കാൻ പോകുക. ഉറ സത്ത റവ എന്നിങ്ങനെ കാണിക്കുന്നു. സാമ്പത്തിക വിഷയത്തിൽ ആരോ ഭാരപ്പെട്ടിരിപ്പുണ്ട്, അവരോട് ദൈവാത്മാവ് പറയുന്നു ചില വിഷയത്തിന്റെ ഡോറുകൾ ദൈവം മുട്ടാൻ പോകുക. ഇങ്ങനെ മുട്ടി വന്നിട്ട് ചില കാര്യങ്ങൾ ദൈവം ക്രമീകരിക്കും. അവൻ ടോട്ടലായിട്ട് ആത്മാവ് ഇടപെടുക. സാമ്പത്തിക മേഖലകൾക്കകത്ത് 25 കടന്ന് മല്ല് പിടിച്ച് പ്രാർത്ഥിച്ചതാ ചില ഭദ്രത വേണമെന്ന്. എന്നാൽ ജനത്തിന് അത് കിട്ടിയില്ല. പക്ഷെ 26 ആത്മാവ് പറയുന്നു, എന്റെ ജനത്തിന് ഞാനത് കൈമാറും. ചിലതിന് കൈമാറും. ചിലതിനെ കെട്ടഴിഞ്ഞ് പുറത്തു വരും. ചില ബാധ്യതകൾ മാറിപ്പോകും. ചില ലോണുകൾ ക്ലോസ് ആകും. ദൈവാത്മാവ് പറയുന്നു ചില ജപ്തികളെ ദൈവം ക്യാൻസൽ ചെയ്യും. ദൈവത്തിന്റെ മഹത്വം എന്തെന്ന് ചിലർ കാണാൻ പോകും. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചോ. ഇവിടെ നോക്കുമ്പോൾ വൈകുന്നേരം കാട്ടകൾ വന്ന് പാളയത്തെ മൂടും. പ്രഭാതത്തിലും വൈകിട്ടും ദൈവപ്രവൃത്തി. ആമേ പ്രഭാത കാലത്തെ പ്രാർത്ഥനയ്ക്കകത്ത് സിസ്റ്റർ ദൈവപ്രവൃത്തിയുണ്ട്, വൈകിട്ടത്തെ പ്രാർത്ഥനയ്ക്കകത്തും ദൈവപ്രവൃത്തി. ഇതിൽ രണ്ടില് ദൈവത്തിന്റെ തേജസ് കണക്ട് ചെയ്ത് കിടക്കുമ്പോൾ ഇതിനകത്ത് ദൈവത്തിന്റെ മഹത്വമുണ്ടെന്ന് ആത്മാവ് ഇടപെടുക. രാവിലെ എഴുന്നേറ്റ് ദൈവമുഖത്തേക്ക് നോക്കി പ്രാർത്ഥനയ്ക്ക് കയറുന്ന ചില ജീവിതങ്ങളോട് ആത്മാവ് പറയുക, ആമേൻ നിങ്ങൾ ചിലത് കാണാൻ പോകുക. പ്രഭാതത്തിൽ അവർ നോക്കുമ്പോൾ വീടിന്റെ ആമേൻ അവരുടെ പാളയത്തിന്റെ ചുറ്റും മഞ്ഞു വീണ് കിടന്ന മഞ്ഞു മാറിയ ശേഷം മരുഭൂമിയിൽ എല്ലായിടവും ചെതുമ്പലിന്റെ മാതിരിയും നേരിയ വസ്തു ഉറച്ച മഞ്ഞു പോലെ നിലത്ത് കിടക്കുന്നത് കണ്ട് ഇസ്രായേൽ മക്കൾ ഇത് കണ്ടാറേ ഇത് എന്താകുന്നു? ഇതിനകത്ത് പലരും ചോദിക്കാൻ പോവുക, ഇത് എന്താ കർത്താവേ നീ ഒരുക്കി വെച്ചിരിക്കുന്നു? എന്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതാ പറഞ്ഞത്, വീട് പണിഞ്ഞവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമാകുന്നു. ആമേ സ്തോത്രം. ഹല്ലേലൂയ. ആമേ സ്തോത്രം. പ്രിയ കർത്താവ് ഇന്ന് രാത്രി പറയുക, ഇതെന്താകുന്നു കർത്താവേ, ഇതെന്താകുന്നു? ഞാൻ പ്രതീക്ഷിച്ചല്ല ഈ ഒരു റിസൾട്ട്. അയ്യോ കർത്താവേ, ഈ ഒരു നന്മ ഞാൻ പ്രതീക്ഷിച്ചതല്ല കർത്താവേ. എന്റെ തലമുറയ്ക്ക് വേണ്ടി നീ ഇത് ഒരുക്കി വെച്ചോ. എന്റെ കുടുംബത്തിന് വേണ്ടി ഇത് ഒരുക്കി വെച്ചോ. എന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നീ ഇത് ഒരുക്കി വെച്ചോ. ആമേ സ്തോത്രം. ഇന്ന് രാത്രി ദൈവാത്മാവ് പറയാ, എല്ലാരോടും ദൈവത്തിന് സംസാരിക്കാനില്ല. ഇതിനകത്ത് വാഗ്ദത്തത്തെ നോക്കി കാത്തിരിക്കുന്ന ചിലരുണ്ട്. ആമേ വാഗ്ദത്തത്തെ നോക്കി കാത്തിരിക്കുന്ന ചിലരുണ്ട്. അവരിന്ന് രാത്രി സ്വീകരിച്ചോ. പരിശുദ്ധാത്മാവ് പറയുന്നു, ഇതെന്താകുന്നു എന്ന് ചോദിച്ചുകൊണ്ട് നിങ്ങളുടെ കണ്ണാശ്ചര്യപ്പെടുന്ന ചില റിസൾട്ടുകളെ സ്വർഗം നിങ്ങൾക്ക് കൈമാറും. ആമേൻ. വിശ്വസിക്കുന്ന ഒരുവരും അവനിൽ നിന്ന് ഓടിപ്പോകത്തില്ല. ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, കാത്തിരിപ്പിനൊരു ഫലമുണ്ട്, കാത്തിരിപ്പിനൊരു റിസൾട്ട് ഉണ്ട്. അത് ആശ്ചര്യമുള്ളതാ, അത് അത്ഭുതമേറിയതാ, അത് വിടുതലിൻ്റെതാ, അത് വിലയുള്ളതാ. ഇവിടെ പറയാണ്, അത് കണ്ടാറേ അവര് തമ്മിൽ ചോദിക്കുക, ഇതെന്താകുന്നു? ഇതിന്റെ പേരാണ് മന്ന. ആമേൻ. കർത്താവ് പറയുന്നു, ആമേൻ ആമേ ബീന സിസ്റ്ററെ, പ്രഭാത സമയത്ത് മന്ന പൊഴിയും, വൈകുന്നേരവും കാടകൾ വരും. ആമേ സ്തോത്രം.
ദൈവമുഖത്തേക്ക് നോക്കി രാവും പകലും വേറിട്ട പ്രാർത്ഥനയ്ക്കകത്ത് ദൈവത്തിന്റെ റിസൾട്ട് ഉണ്ട്. രാവിലെയും ചില വിടുതലുണ്ട്, വൈകിട്ടും വിടുതലുണ്ട്. രാവിലെ കയറുന്നവർക്ക് രാവിലെ ദൈവം ചിലത് കൊടുത്ത് തൃപ്തിയാക്കും, വൈകിട്ട് കൊടുക്കുന്നവർക്ക് ദൈവം ചിലത് തൃപ്തിയാക്കി കൊടുക്കും. ഈ പ്രാർത്ഥന വൃഥാവല്ല, ഈ പ്രാർത്ഥന വൃഥാവല്ല. ഇത് ദൈവം അടിസ്ഥാനമിട്ട കല്ലാണ്, ദൈവത്തിന്റെ ശോധനയ്ക്കകത്തൂടെ കയറി വന്ന കല്ലാണ്. ആ കല്ലിലാണ് ചിലത് ദൈവം പണിയുന്നത്. ഇതിനകത്തുനിന്ന് അപ്പോസ്തലന്മാരെ, ഇതിനകത്തുനിന്ന് പ്രവാചകരെ കർത്താവിന് യുക്തമായ രീതിയിൽ ചേർത്ത് പണിഞ്ഞ് ഇതിനെ ഒരു ആത്മീയ ഗ്രഹമാക്കി കർത്താവ് പണിയും. ഇതെങ്ങനെ പണിയും? പരിശുദ്ധാത്മാവിനാൽ ഇതിനെ പണിഞ്ഞെടുക്കും. ആമേൻ. എഫേസ്യ ലേഖനത്തിൽ പറയുന്നുണ്ട്, ആമേൻ, ഇതിനെ എങ്ങനെ പണിയും? ആത്മാവിനാൽ ഒന്നിച്ച് പണിയും. ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, ആത്മാവില്ലാത്ത പണിയൊക്കെ ഇടിഞ്ഞിടിഞ്ഞ് പോകുമ്പോൾ ആത്മാവിൽ പണിഞ്ഞു കയറ്റുന്നത് ആമേ ശക്തമായി ജീവനുള്ളതായി ചലിക്കുന്നതായി, ആമേൻ, അതിനകത്ത് ദൈവിക പ്രവൃത്തികൾ ഉള്ളതായി ഉടമൻ അതിനകത്തുനിന്ന് പ്രാർത്ഥിക്കുന്നവർ എഴുന്നേൽക്കും, ആരാധിക്കുന്നവർ എഴുന്നേൽക്കും. ഇന്ന് രാവിലെ ആമേൻ ഈ മീറ്റിംഗിൽ വർഷിപ്പ് ചെയ്തപ്പോൾ ആ കർത്തൃദാസിയിലൂടെ ഭയങ്കര ദൈവ സാന്നിധ്യമുണ്ട്. പാടുന്നതിനകത്ത് ഒരാത്മാവിന്റെ ചലനമുണ്ട്. ഇതിനകത്ത് പരിശുദ്ധാത്മാവ് പറയുന്നു, ഇന്ന് രാത്രി ചിലരെ ദൈവ അഭിഷേകം ചെയ്യും, ചിലരെ ദൈവ അഭിഷേകം ചെയ്യും. ദൈവത്തിന്റെ പ്രത്യേക ദൂതുകൾ ദൈവം കൈമാറും. മീനസിസിലെ പുതിയ ദൂതുകളുണ്ട്, ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോ. തള്ളിക്കളഞ്ഞ കല്ലിനെ ദൈവം മാന്യതയുള്ള ശ്രേഷ്ഠതയുള്ള വിലയേറിയ ഒരു റിസൾട്ട് ഇതിനകത്ത് ദൈവം ഒരുക്കും, ശുശ്രൂഷയ്ക്കകത്ത് ഒരുക്കും. ചിലയിടത്തേക്ക് ദൈവം പുതിയ തന്നെ ഇങ്ങനെ കാണിക്കുന്നു, ഒരു കുറ്റി ഊരി പിഴുതിട്ട് അവിടെ നിന്ന് അപ്പുറത്തേക്ക് വിടുകയാണ്. വീനസിസ്റ്റോട് മാത്രമല്ല, ചിലരോടുള്ള ദൂത, തറച്ചു വെച്ചിരിക്കുന്ന കുറ്റികളെ ദൈവം പിഴുത സമയമായി, തറച്ചിരിക്കുന്ന കുറ്റികളെ ദൈവം പിഴുതെടുത്ത് അപ്പുറത്തേക്ക് വിടാൻ സമയമായി. ബിജോയി, ആമെ, ജമ്മു കാശ്മീർ ദൈവാത്മാവ് പറയുന്നു, ആമെ, കുറ്റി ഊരി പിഴുത് അപ്പുറത്തേക്ക് കളഞ്ഞിട്ട് ദൈവം ചിലടത്ത് നടത്തും, ചില ദൈവപ്രവർത്തിക്ക് നടത്തും, ചില വാക്തത്വങ്ങളിൽ കയറ്റും, ചില ആമൻ വിഷയങ്ങൾക്കകത്ത് ദൈവിക റിസൾട്ടുകൾ കാണും. ആമെ ശാത്താനം ഇതെന്താകുന്നു എന്ന് ചോദിക്കുന്നത് പോലെ ചില ദൈവ പ്രവൃത്തികൾ വ്യക്തമായിട്ടുണ്ടെന്ന് ആത്മാവ് ഇടപെടുകയ. ഇന്ന് രാത്രികാല പ്രിയ ദൈവമക്കളെ, നമുക്ക് വിശ്വാസത്തോടായിരിക്കാം. വീട് പണിഞ്ഞവർ തള്ളിക്കളഞ്ഞ കല്ലിനെ ദൈവം മൂലക്കല്ലാക്കി. ഇതിൽ വിശ്വസിക്കുന്ന ഒരുവനും ഓടിപ്പോകത്തില്ല. ഈ കല്ലുകളുടെ പ്രത്യേകത, ജീവനുള്ള കല്ലായി ഇതിനെ തീർക്കും. ഇതിനകത്ത് വന്നാൽ നീ ചത്ത വിഷയമായിട്ട് ഈ പ്രാർത്ഥനയ്ക്കകത്ത് കയറിയാൽ ഇതിനകത്ത് ആമേൻ ഒരു മൂലക്കല്ലിരിപ്പുണ്ട്, ജീവനുള്ള ഒരുവൻ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഈ മീറ്റിംഗിന്റെ അകത്ത് ഇത് ആരംഭിച്ചപ്പോൾ മുതൽ ഈ കല്ല ഇതിനകത്തിരിക്കുന്നത്. ഇതിനകത്തുനിന്ന് ജീവൻ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കും, ജീവൻ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കും. ചത്ത വിഷയത്തിനകത്തേക്ക് ചെന്ന് ഈ ജീവൻ കയറി കഴിയുമ്പോൾ ആമേ ചത്തത് അവിടെ കടന്ന് ചലിക്കാൻ തുടങ്ങും. കർത്താവിനോട് ഇങ്ങനെ ഒരു ദൂത് പറയുന്നു, വല കീറുമാറ് ചില പ്രവർത്തികൾ. ആമേ ശൂന്യതയുടെ വല, പരാജയത്തിൻ്റെത്, ആമേൻ, ശഠരാപരവ രാത്രിയുടെ അധ്വാനത്തിൻ്റെത്, ആമേൻ, ഇതിലെല്ലാം നിരാശയോടിരിക്കുന്ന ചില വലയെ കർത്താവ് കണ്ടിട്ട് പറയുക. ആമേൻ, മടുത്തെന്ന് പറയുന്ന ചിലരെ നോക്കി പറയുക, ഇനി ലഭിക്കാൻ ഒരു സാധ്യതയുമില്ലെന്ന് പറയുന്ന ചിലരെ നോക്കി പറയുക. ഈ വലയെ ദൈവം കാമൻ നോക്കാൻ പോകുക, ഈ വലയിലോട്ട് ദൈവത്തിന്റെ ശ്രദ്ധ തിരിയാൻ പോകുക. ദൈവം ചില വലയിലേക്ക് ശ്രദ്ധ നോക്കാൻ പോകുക. നിന്റെ പരാജയത്തിന്റെ വല 25 കർത്താവ് കണ്ടിട്ട് അനങ്ങാതിരുന്നെങ്കിൽ 26 ആ വലയുടെ മേൽ ഒരു വലിയ വിടുതൽ ദൈവം ഒരുക്കാൻ പോകുന്നു. പരിശുദ്ധാത്മ പറയുന്നു, ഇന്ന് രാത്രി വിശ്വസിച്ചോ, യഹോവയുടെ സാന്നിധ്യം ഇതിനകത്ത് നിറഞ്ഞു നിൽക്കുക, ഒരു വലിയ തേജസ് ഇതിനകത്ത് കത്തിക്കൊണ്ട് നിൽക്കുക. പരിശുദ്ധാത്മ പറയുന്നു, പരാജയത്തിന്റെ ശൂന്യതയുടെ നിരാശയുടെ വലയെ ദൈവത്തിനൊരു അത്ഭുത വലയാക്കി മാറ്റി, വിലയുള്ള ഒരു വലയാക്കി മാറ്റി, അനേകർ ആശ്ചര്യം കൂടുന്ന ഒരു വലയാക്കി മാറ്റി, പലതിനും ഉൾക്കൊള്ളാൻ കഴിയാത്തതുപോലെ ഇതിനകത്ത് വന്ന് കയറുന്ന ഒരു വലയാക്കി മാറ്റി.
ദൈവത്തിന് ഇതിനകത്ത് ചിലത് കൈമാറാൻ പദ്ധതിയുണ്ട്. ഇന്ന് രാത്രികാലം വിശ്വാസത്തോടെ ദൂതേറ്റെടുത്തോ. എന്റെ ജനത്തിനു വേണ്ടി ദൈവം പുതിയത് ചിലത് ചെയ്യും. കർത്താവ് ഇങ്ങനെ പറയുന്നു, പുതിയ ചില നിയമങ്ങൾ, പുതിയ ചില പദ്ധതികൾ, ആമേൻ, പുതിയ ചില കാര്യങ്ങൾ, ആമേൻ, എന്റെ ജനത്തിനു വേണ്ടി ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് എളിയവർക്ക് വേണ്ടി ഒരുക്കി വെച്ചത് ദൈവം ആമേൻ അത് തന്റെ ജനത്തിന് കൈമാറും. വിശ്വാസത്തോടെ ഇന്ന് രാത്രി ദൂതേറ്റെടുത്ത് സ്തോത്രം ചെയ്തോ. കർത്താവ് ഇങ്ങനെ പറയുന്നു, ജീവനുള്ള കല്ലിനോട് ചേർന്നാൽ ജീവനുള്ളതായി തീരും. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ പിന്നെ മുന്നേറിക്കൊണ്ട് നമുക്കായിരിക്കാം. ദൈവത്തിന്റെ വലിയ സാന്നിധ്യം നമ്മുടെ മേൽ ഇറങ്ങട്ടെ. ഇതിനകത്ത് കരയുന്നവരോട് കർത്താവ് പറയുക, കുനിഞ്ഞിരിക്കുന്നവരോട് കർത്താവ് പറയുക, തല നിവർത്താൻ വയ്യാത്തവരോട് കർത്താവ് പറയുക, ആമേൻ 26 കുറിച്ചിട്ടോണം. ആമേൻ യഹോവയുടെ തേജസ്സ എന്നെ നടത്താൻ പോകുന്നത്, യഹോവയാ എനിക്ക് മുന്നേ പോകാൻ പോകുന്നത്. പറയണം, എവിടെ ഇറങ്ങിയാലും പറയണം, എന്റെ മുന്നേ യഹോവയുണ്ട്, ഞാൻ പോകുന്ന വഴി ദൈവം എനിക്ക് കാണിച്ചു തരും. ആമേൻ സ്തോത്രം. എവിടാണ് വിടുതൽ എന്ന് വെച്ചാൽ അവിടെ ദൈവം എന്നെ കൊണ്ട് നിർത്തും. ആമേൻ. വരുന്ന പ്രതിസന്ധിക്കകത്ത് ദൈവത്തിന്റെ സോഴ്സിൽ നിന്നുള്ള വിടുതലുകൾ, അറ്റാക്കുകൾ വരുമ്പോൾ അതിനകത്ത് നിന്നുള്ള ദൈവിക പ്രൊട്ടക്ഷനുകൾ, ദൈവത്തിന്റെ പ്ലാനുകൾ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി തന്ന് ഈ 2026 തന്റെ ജനത്തെ നടത്തുവാൻ യഹോവ അവർക്ക് മുൻപായി പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ കർത്താവ് നമുക്ക് മുൻപായി പോയിക്കൊണ്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമുക്ക് മുൻപായി പോയിക്കൊണ്ടിരിക്കുന്നു. ഇരുളിന് തൊടാനൊക്കത്തില്ല, കഷ്ടങ്ങൾക്ക് തൊടാനൊക്കത്തില്ല, ഭാരങ്ങൾക്ക് തൊടാനൊക്കത്തില്ല. ആമേൻ. അവിടൊക്കെ ജയിച്ച് കയറുന്ന ഒരു ജയജീവിതം. കർത്താവ് ലാസ്റ്റ് എന്നോടൊരു വാക്യം പറയാ, തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മ ജയിച്ചോ. ഹല്ലേലൂയ. എത്ര പേര് ദൂതേറ്റെടുക്കുന്നു? തിന്മയോട് തോറ്റെന്ന് പറഞ്ഞ് മാറിപ്പോകല്ലേ. അവിടെ നിന്ന് തിന്മയെ നോക്കിയിട്ട് ചിരിച്ചിട്ട് പറയണം, ഒരു നന്മ അവിടെ ഉണ്ട്. ഈ തിന്മയ്ക്കകത്ത് ഞാൻ ഒരു നന്മ കാണുകയാണ്. ഈ തിന്മയെ ഞാൻ തിന്മയുടെ മേലിൽ ഈ നന്മയെ ഞാൻ കയറ്റി നിർത്തും. ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, 25 തിന്മകൾ താഴേക്കാം. 26 നന്മ മുകളിലേക്കാ. 25 തിന്മ താഴത്തെ സ്റ്റെപ്പാ. പക്ഷെ ഈ തിന്മയെ ചവിട്ടിക്കൊണ്ട് മുകളിലോട്ടൊരു നന്മയിലേക്ക് ഇന്ന് രാത്രികാലം വിശ്വാസത്തോടെ പറ, ഞാൻ കാലെടുത്ത് വെക്കുകയാ. പരാജയങ്ങളുടെ ആ ചവിട്ട് പടിക്കകത്ത് നിന്ന് കാലെടുത്ത് ക്രിസ്തുവിനോട് കൂടെ മുകളിലോട്ട് വെക്കുകയാ. എന്റെ കർത്താവ് ക്രൂശിൽ പരാജയപ്പെട്ടില്ലെന്നേ. എന്റെ കർത്താവ് കല്ലറയിൽ പരാജയപ്പെട്ടില്ലെന്ന്, ഗെത്സമനയിൽ പരാജയപ്പെട്ടില്ലെന്ന്, ഗബതയിൽ പരാജയപ്പെട്ടില്ലെന്ന്, റോമൻ മുദ്രയ്ക്കകത്ത് പരാജയപ്പെട്ടില്ല. അവനിതാ ജയിച്ച് ജയാളിയായ കർത്താവിനോട് കൂടെ ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, 25 പല ഗബതയും ഗെത്സമനയും വിട്ടുമാറിയിട്ട് നമുക്ക് 26 അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി പ്രാപിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് രാവിലെ ഇന്ന് രാത്രി നമുക്ക് എഴുന്നേൽക്കാം. എന്തിനാ? മുന്നോട്ടുള്ള സ്റ്റെപ്പിലേക്ക് കാല് വെക്കാൻ. ഇതിനകത്ത് പരിശുദ്ധാത്മ പറയുന്നു, ചിലതിനെ കൈ പിടിച്ച് ദൈവം ആ സ്റ്റെപ്പിൽ കയറ്റും. വിശ്വാസത്തോടെ പറ, ഞാൻ ആ സ്റ്റെപ്പിൽ കയറും. ഞാൻ ആ ശുശ്രൂഷ ചെയ്യും. എന്റെ തലമുറയുടെ വിടുതൽ ഞാൻ കാണും. എന്റെ തലമുറ ഇന്ന രാജ്യങ്ങളിൽ നിൽക്കും. സ്തോത്രം. അല്പസമയം കണ്ണടച്ച് ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. കർത്താവിന്റെ തേജസ് ഇന്ന് രാത്രി നമ്മളെ ഒന്ന് മൂടട്ടെ. ഇസ്രായേൽ ജനത്തിന്റെ പാളയത്തിനകത്ത് ആ തേജസ് മൂടിയതുപോലെ ഇന്ന് രാത്രി നമ്മുടെ കൂടാരത്തിനകത്ത് ആ തേജസ് വന്ന് ചുറ്റി മൂടട്ടെ. ചില റിസൾട്ടുകൾ ബ്ലോക്ക് ചെയ്യപ്പെടുന്നത് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ചില ജോലി മേഖലയിലുള്ള വെല്ലുവിളികൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ചില ദൈവിക നന്മകൾ അതിനെ ബ്രേക്ക് ചെയ്തിട്ട മേഖലകളിൽ നിന്ന് കർത്താവേ ഇന്ന് രാത്രി ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു, അത് അവിടെ നിന്ന് ചലിച്ചു തുടങ്ങട്ടെ.
ഈ ജനത്തിന്റെ മേൽ വാഗ്ദത്തം നിറവേറട്ടെ. ചില റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. സാധ്യമാണ് ഇവരുടെ പാളയത്തിനകത്ത് വിശേഷമായത് ദൈവം പകർന്നു കൊടുക്കണം. പലരും ചോദിക്കണം, അയ്യോ ആ കുടുംബം ഇത് എന്തുവായി, ആമേൻ, അയ്യോ ഇവർക്ക് എങ്ങനെ ഈ വിടുതൽ വന്നു, ഇവരെങ്ങനെ ഇത്രയുമായി, അയ്യോ ഞങ്ങൾ വിചാരിച്ചു തീർന്നെന്നതാ, പക്ഷെ ഇത് എന്തുവാണെന്ന് ചോദിക്കുന്നത് പോലെ ചില യാത്രകൾ ചിലർക്ക് ദൈവം ഒരുക്കുന്നു, ചില നന്മകൾ ദൈവം ചിലർക്ക് ഒരുക്കുന്നു, ചില പുത്തൻ ശുശ്രൂഷ മേഖലകൾ ഒരുക്കുന്നു. ശത്രു ഒരു കൂട്ടമായി നിന്ന് ചോദിക്കുക, അയ്യോ ഇത് യഹോവയാ സംഭവിച്ചു, ഞങ്ങൾക്ക് ഇത് ആശ്ചര്യമാണെന്ന് പറയുന്ന ചില റിസൾട്ടുകൾ ഇതിനകത്ത് വെളിപ്പെടാൻ പോകുന്നു. ഇന്ന് രാത്രി കണ്ണുകളെ അടച്ച് ദൈവസന്നിധാനത്തിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രി ജനത്തിന്റെ മേൽ നീ കൈമാറിയ ദൈവിക ദൂതുകൾക്കായി, പ്രവചനാത്മാവിന്റെ ദൂതുകൾക്കായി സ്തോത്രം. ഇന്ന് രാത്രി ഈ ജനത്തിന്റെ മേൽ ഒരു മഞ്ഞ് പെയ്യുന്നത് പോലെ ആത്മാവിന്റെ സാന്നിധ്യം ഓരോ വ്യക്തിയെ തൊടണമേ കർത്താവേ. തീർന്നെന്ന് പറയുന്നിടത്ത് കർത്താവെ, ഫുൾ സ്റ്റോപ്പ് ഇട്ടെന്ന് പറയുന്നിടത്ത് ചിലത് പൊട്ടിക്കളിക്കാൻ പോകുന്നതിനായി സ്തോത്രം, ചിലത് പൊട്ടി എഴുന്നേക്കാൻ പോകുന്നതിനായി സ്തോത്രം. ദൈവത്തിന്റെ മഹത്വം ഇതിനകത്ത് കർത്താവ് വെളിപ്പെട്ടിരിക്കുക സ്തോത്രം. എനിക്കറിയത്തില്ല, അസാധാരണമായ ഒരു തീ നിർത്താൻ കഴിയാത്ത പോലെ ആത്മ സാന്നിധ്യം ഈ 2026 ഈ ഗ്രേസ് പ്രയർ ഫെലോഷിപ്പിനകത്ത് ആത്മാവ് ചെയ്യുകയാ. ചില മെഡിക്കൽ റിപ്പോർട്ടുകൾ പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റും. ചില ജീവിതങ്ങൾക്ക് ദൈവത്തിന്റെ പ്രത്യേക ചില അരുളപ്പാടുകൾ ദൈവം കൊടുക്കും. ചില ദർശനങ്ങൾ ഇതിനകത്തുണ്ടാകും. ചില വാഗ്ദത്തങ്ങൾ ദൈവം കൈമാറും. ചില കുഞ്ഞുങ്ങളെ ദൈവം അഭിഷേകം ചെയ്യും. ചിലരെ ദൈവ സ്നാനത്തിനായിട്ട് ഒരുക്കും. ഈ വർഷം ചില സ്നാനങ്ങളുണ്ട്, എനിക്കറിയത്തില്ല, ചില സ്നാനങ്ങൾ ദൈവം കാണിക്കുന്നു. ദൈവത്തിന്റെ ചില പ്രവൃത്തി വെളിപ്പെടും. ചില വൻ വൃക്ഷങ്ങളെ ദൈവം വെട്ടും. അമേ സ്തോത്രം. ഇന്ന് രാത്രി ദൂതേറ്റെടുത്ത് സ്തോത്രം ചെയ്തോ കർത്താവേ. ഈ നല്ല രാത്രി ദൈവം തന്റെ ജനത്തെ അനുഗ്രഹിക്കണം, ദൈവകൃപ കൊണ്ട് നിറയ്ക്കണം, പരിശുദ്ധാത്മാവിന്റെ തേജസ് കൊണ്ട് കർത്താവ് ഇതിനെ നിറച്ചിരിക്കാൻ സ്തോത്രം. യഹോവ അവർക്ക് മുൻപായി പോയി കർത്താവ് വഴി കാണിച്ചു കൊടുത്ത കർത്താവ് തന്റെ ജനത്തെ യഹോവ നടത്തുന്ന ജനമാക്കി ദൈവം തീർക്കാൻ പോകുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇങ്ങനെ ആമേൻ അവസരം തന്ന ബീന സിസ്റ്ററോട് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവസ്ഥാനം